the event content which is drawn by M. Which is drawn by M. M creates a statement. M creates a statement about the message content. About the message content as SE2. SE2. This process can be extended. This process can be extended to infinite. Extended to infinite by adding receivers M2, M3, etc. M2, M3, etc. ഇനി അതിലൊന്ന് നോക്കൂ, ഇതെന്താണ് എഴുതിയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതില് ഇ എന്ന് പറയുന്ന ഒരു ഇവന്റ് നടക്കുകയാണ്. അപ്പൊ ഈ മോഡൽ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ എഴുതിയ എസൻസ് ഓഫ് ദി മോഡൽ ഈസ് ദി കണ്ടന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സിറ്റുവേഷൻ ആൻഡ് ദി പാർട്ടിസിപ്പന്റ് പെർസെപ്ഷൻ. ഒരു കമ്മ്യൂണിക്കേഷൻ സിറ്റുവേഷനിൽ അതിൽ പെർസീവ് ചെയ്യുന്ന ആൾ, അത് കേൾക്കുന്ന ആൾ അല്ലെങ്കിൽ കാണുന്ന ആൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത് എന്നുള്ളതിനനുസരിച്ചുള്ള ഒരു മോഡലിന് കമ്മ്യൂണിക്കേഷൻ മോഡലാണ് ഈ ഗർഭിനസ് മോഡൽ നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് ഇ എന്ന് പറയുന്നത് ഒരു ഇവന്റ് നടക്കുകയാണ്. ഇ എന്ന് പറയുന്ന ഒരു ഇവന്റ് എവിടെ നടക്കുകയാണ്, ആ ഇവന്റ് ഒബ്സർവ് ചെയ്യുന്ന ആളാണ് എം എന്ന് പറയുന്നത്. അപ്പൊ ആ ഇവന്റിന്റെ ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ, ആ ഇവന്റ് എന്താണെന്നുള്ളതിന്റെ ഫുൾ ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് ഒരിക്കലും പെർസീവ് ചെയ്യാൻ പറ്റില്ല. ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് എഴുതിയെടുക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത്. ഇത് കറക്റ്റ് ആണ്. അപ്പൊ അതിൽ പറയുന്നത് നമ്മൾ എം എന്ന് പറയുന്ന ഒരു മാൻ ഓർ മെഷീൻ ആണ്. അയാൾ പെർസീവ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിക്കൊള്ളുന്നില്ല, അതിന് നമ്മൾ പെർസെപ്ച്വൽ ഡയമെൻഷൻ എന്ന് പറയും. പിന്നെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു, എം സെലക്ട് ദി ഇൻട്രസ്റ്റിംഗ് ഓർ നീഡഡ് കണ്ടന്റ് ഫ്രം ദി എൻറ്റയർ ഇവന്റ്. അപ്പൊ അത് ഒരാളുടെ പേഴ്സണാലിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ കൾച്ചർ അനുസരിച്ച് അവരുടെ ബിലീഫ്സ് അനുസരിച്ച് അയാൾ സെലക്ട് ചെയ്യുന്ന കണ്ടന്റ്, അയാൾ ഫോക്കസ് ചെയ്യുന്ന കണ്ടന്റ്, ഫോക്കസ് ചെയ്യുന്ന ഇൻഫോർമേഷൻ എന്താണെന്നുള്ളത് ഡിഫറെന്റ് ആയിരിക്കും. അത് എല്ലാവരും ഒരേ രീതിയിലായിക്കൊള്ളുന്നില്ല പെർസീവ് ചെയ്യുന്നത്. അതാണ് ആ പറഞ്ഞ കാര്യം, ഇൻട്രസ്റ്റിംഗ് കണ്ടന്റോ ഓർ നീഡഡ് കണ്ടന്റ് എന്ന് പറയുന്നത്. അത് അവരുടെ പേഴ്സണാലിറ്റി അനുസരിച്ച്, അവരുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി അനുസരിച്ച് ഓരോരുത്തരും പെർസീവ് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടായിരിക്കാം എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ E2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഇവന്റ് കണ്ടന്റ് ഡ്രോൺ ബൈ എം. ഈ എന്നുള്ള ഇവന്റ് കണ്ടതിന് ശേഷം എം എന്ന് പറയുന്ന ആള് മനസ്സിലാക്കിയതെന്തോ, അയാൾ എഴുതിയെടുത്തതെന്തോ അതാണ് E2 എന്ന് പറയുന്നത്. E2 എന്ന് പറയുന്ന ഇൻഫോർമേഷൻ കണ്ടന്റ്. അങ്ങനെ ഇത് രണ്ടും കൂടെ ചേർത്താൽ മൊത്തം ഇൻഫോർമേഷന് പേര് കൊടുത്തതാണ് SE2 എന്ന് പറയുന്നത്. അയാൾ എഴുതി ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റിന് മൊത്തത്തിൽ കൊടുക്കുന്നതാണ് SE2 എന്ന് പറയുന്നത്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ മോഡൽ. ഇപ്പോൾ നമ്മൾ എല്ലാ കമ്മ്യൂണിക്കേഷൻ മോഡലും ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് ശരിയാവില്ല. ഓരോന്നിനും ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. ഓരോരുത്തർ ഓരോ മോഡൽ ഉണ്ടാക്കി വെച്ചതേ ഉള്ളൂ. നിങ്ങൾ ഇത്രേ അറിയേണ്ടതുള്ളൂ, ഒരു സിറ്റുവേഷൻ അനുസരിച്ച് കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെ രീതിയിൽ നടക്കുന്നു എന്ന് പറയുന്നതാണ് ഈ മോഡൽ, ഗർഭിനസ് മോഡൽ എന്ന് പറയുന്നത്. അതിൽ ആ പിക്ചർ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് അതങ്ങോട്ട് എഴുതി വെക്കുക, അത്രേ ഉള്ളൂ. എം എന്ന് പറയുന്ന ഒരു ഇവന്റ്, അത് എം എന്ന് പറയുന്ന ഒരാൾ ഒബ്സർവ് ചെയ്യുന്നു, അത് അയാൾക്ക് എന്താണോ അയാൾക്ക് കണ്ടന്റ് കിട്ടുന്നത് അതിന് E1 എന്ന് പറയും. അത് താഴോട്ട് പിന്നെ ആ E1 ചേർത്ത് അയാളുടെ ആ പേഴ്സണൽ ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് അയാൾ എഴുതി ഉണ്ടാക്കുന്ന ആ ഇൻഫർമേഷൻ എന്തോ അതിന് നമ്മൾ SE2 എന്ന് പറയും. ഇത്രേ പറയും. അപ്പൊ അത് ഡയഗ്രത്തിൽ ചെറിയൊരു തെറ്റുള്ളത് കൊണ്ടാണ് ഞാനത് മാറ്റി തന്നത്, അത് എഴുതി തന്നത് കേട്ടോ. അതുപോലെ മാറ്റിയിട്ട് പഠിക്കാം. നോട്ട് എഴുതിയതിൽ എന്താ വിട്ടുപോയോ നിങ്ങൾ? എന്തെങ്കിലും പറയണോ? എഴുതിയെടുത്തതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ ആരെങ്കിലും? No, sir. പറയൂ. This is known as a man or machine cannot perceive the whole കണ്ടന്റ്. This is known as പെർസെപ്ച്വൽ ഡയമെൻഷൻ. PERCEPT. പെർസെപ്ഷൻ. PERCEPTUAL. പെർസെപ്ച്വൽ ഡയമെൻഷൻ പറയും. പെർസെപ്ച്വൽ PERCEPTUAL. പെർസെപ്ച്വൽ ഡയമെൻഷൻ എന്ന് പറയും. അത് ഓരോരുത്തർ പെർസീവ് ചെയ്യുന്ന രീതി, അതെന്താണോ അവർ മനസ്സിലാക്കുന്നത്, എങ്ങനെയാണോ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണോ ഒരാൾ മനസ്സിലാക്കുന്നത്, ആ മനസ്സിലാക്കുന്ന രീതിക്കാണ് പെർസെപ്ച്വൽ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അത് ഡിഫറെന്റ് ആയിരിക്കും ഓരോരുത്തരും എന്നുള്ളതാണ്. കുറച്ച് തിയററ്റിക്കൽ ആണ്. ഇനി ഇത് പറയണോ ആർക്കെങ്കിലും? ഇതെന്താന്ന് പിടികിട്ടാത്തവരെന്ന് പറഞ്ഞോളൂ. ഒന്നും അറിയാനില്ല, ഡയഗ്രം മനസ്സിലാക്കിയ കാര്യം എഴുതാത്തവരുള്ളൂ. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിച്ചോളൂ, പറയാം.
എന്താണ് ഈ മോഡൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് നമ്മൾ അങ്ങോട്ട് റിലേറ്റ് ചെയ്ത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വ്യത്യാസം വരും. നമുക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രയാസമാണ്. ഇതിൽ പറയുന്ന പോലെ പഠിച്ചല്ലേ പറ്റും നമ്മൾ. പറയുകയാണെങ്കിൽ പറഞ്ഞോളൂ, ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം എന്താണ് ഗർഭിനസ് മോഡൽ. മനസ്സിലാവാതെ ഉണ്ടോ ആർക്കെങ്കിലും? ഇനി എഴുതിയതിൽ എന്തെങ്കിലും ഉണ്ടോ? എഴുതിയതിൽ വിട്ടുപോയിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ലല്ലോ, പറയൂ. ഇല്ല. രമ്യ എന്താ പറയാൻ വരുന്നുണ്ടോ? സാർ ലാസ്റ്റ് പറഞ്ഞ M2 M3. ഇതിപ്പോ ഞാൻ ഒരു സിറ്റുവേഷൻ മാത്രമാണ്, നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ മാത്രമാണ്. ഒരു സിറ്റുവേഷനിൽ ഒരാള് PM എന്ന് പറയുന്ന ഒരാൾ ഒബ്സർവ് ചെയ്തിട്ട് E1 എന്നുള്ള കണ്ടന്റ് ഉണ്ടാക്കുന്നു, അങ്ങനെ SE2 ആക്കുന്നു. ഇനി മറ്റൊരാൾ ഒബ്സർവ് ചെയ്യാണെന്ന് വിചാരിക്കുക. M1 M2 എന്ന് പറയുന്ന കുറെ പേര് വേറെ അടുത്ത രണ്ടാമത്തെ മൂന്നാമത്തെ ആൾക്കാർ ഒബ്സർവ് ചെയ്യാണെന്ന് വിചാരിക്കുക. അപ്പൊ അത് പിന്നെയും മാറുമല്ലോ, പിന്നെയും കണ്ടന്റ് വ്യത്യാസം വരൂലേ, ഓരോരുത്തർ ഒബ്സർവ് ചെയ്യുന്നതിൽ വ്യത്യാസം വരൂലേ. അങ്ങനെ നമുക്ക് ഒബ്സർവ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂട്ടാം, അതിനനുസരിച്ച് കണ്ടന്റ് SE2 SE3 എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് കണ്ടന്റ് പിന്നെയും കിട്ടും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ഒരാൾ മാത്രം ഒരു ഇവന്റ് ഒബ്സർവ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അത് ആളുകളുടെ എണ്ണം കൂട്ടിയിട്ട് നമുക്ക് മാറ്റാമെന്ന്. മനസ്സിലായോ? പിന്നെ കഴിഞ്ഞില്ലേ? പറയണ്ടല്ലോ ഇനി ബാക്കി. നമുക്ക് ബുക്കിലേക്ക് പോവാം. അപ്പൊ ഈ 4 മോഡലും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ബാക്കിയെല്ലാം ഒരുപോലെയാണ്. സോഴ്സും ചാനലും ഡെസ്റ്റിനേഷനും എന്താന്ന് പറയുക, ഓരോ പല വിധത്തിൽ അങ്ങ് പറഞ്ഞു വെച്ചാൽ അത്രയേ ഉള്ളൂ. ഇത് മാത്രമാണ് കുറച്ച് വ്യത്യാസമുള്ളത്, ഗർഭിനസ് മോഡൽ മാത്രം. ചിലപ്പോൾ ഷോർട്ട് ആൻസറിലും ഈ ഗർഭിനസ് മോഡൽ മാത്രമായിട്ട് വരും. ആ ചിത്രം മാത്രം മനസ്സിൽ ഓർക്കുക, ബാക്കി നിങ്ങളങ്ങ് എഴുതിയാൽ മതി എന്താ സംഭവിക്കുന്നത് കേട്ടോ. ഇനി ഇൻഫർമേഷൻ ഡിഫ്യൂഷൻ ആണ് അടുത്ത ടോപ്പിക്കിൽ പറയുന്നത്. അതിലെ ഇൻഫർമേഷൻ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്പ്രെഡ് ഓഫ് ഇൻഫർമേഷൻ ആണ് ഇവിടെ ഇൻഫർമേഷൻ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നത്? സ്പ്രെഡ് ചെയ്യപ്പെടണം. ഒരു ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ഏത് സ്ഥലത്താണെന്നുണ്ടെങ്കിലും അതിന്റെ യൂസേഴ്സിന് കിട്ടിയിരിക്കണം. അത് സ്പ്രെഡ് ചെയ്തിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിന്റെ വാല്യൂ ഉള്ളൂ. ആ ഇൻഫർമേഷന്റെ വാല്യൂ തീരുമാനിക്കുന്നത് സ്പ്രെഡ് എത്രത്തോളം പോകുന്നുണ്ടെന്നുള്ള അനുസരിച്ചാണ്. അപ്പൊ അത് അവിടെ പറഞ്ഞിട്ട് ഇൻഫർമേഷൻ സ്പ്രെഡ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ, ആ സ്പ്രെഡിങ് ഓഫ് ഇൻഫർമേഷൻ നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയാന്നൊക്കെ പറഞ്ഞിട്ട് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചിട്ട് പോവുക. പിന്നെ പാറ്റേൺ ഓഫ് ഡിഫ്യൂഷൻ, അവിടെ ഒന്നും ആ ഡയഗ്രാം അതൊന്നും നിങ്ങൾ നോക്കണ്ട ഇപ്പോൾ കേട്ടോ. അതൊന്നും എക്സാമിനൊന്നും നിങ്ങൾ വരക്കാനൊന്നും വേണ്ട. ഡയഗ്രാം ഒന്നും ഡിഫ്യൂഷൻ ഓവർ സ്പേസ് ആൻഡ് ടൈം എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പം നിങ്ങൾ എക്സാമിന് ഇഷ്ടപ്പെടാനുള്ളത് മാത്രം നോക്കുക, അത്ര അങ്ങോട്ടൊന്നും ഇപ്പോൾ പോട്ട. പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിഫ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ, പേജ് നമ്പർ 114ലാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിഫ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ. അതിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ. റിലേറ്റീവ് അഡ്വാൻറ്റേജ്, ഒരു ഇൻഫർമേഷൻ ഡിഫ്യൂസ് ചെയ്യപ്പെടണമെങ്കിൽ അതിന് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കണം. ഒന്നിനും കൊള്ളാത്ത ഇൻഫർമേഷൻ ആരും കൈമാറ്റം ചെയ്യപ്പെടില്ലല്ലോ, പാസ് ചെയ്യാനുള്ള ചാൻസ് ഇല്ലല്ലോ. അപ്പൊ എത്ര വാല്യുബിൾ ആണ് എന്നുള്ളതനുസരിച്ചിരിക്കും ഡിഫ്യൂസ് ചെയ്യപ്പെടുന്നതിന്റെ റേറ്റ്. അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ കമ്പാറ്റിബിലിറ്റി, അപ്പോൾ പുതിയ ഒരു ഐഡിയ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ, പുതിയ ടെക്നോളജി ഒക്കെ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം കമ്പാറ്റിബിൾ ആണ്, നിലവിലുള്ള ടെക്നോളജി അനുസരിച്ച്, നിലവിലുള്ള സിറ്റുവേഷൻ അനുസരിച്ച് എത്രത്തോളം കമ്പാറ്റിബിൾ ആണ് എന്നുള്ളതനുസരിച്ചിരിക്കും കമ്പാറ്റിബിലിറ്റി. ഇമ്പാക്ട് ഓൺ സോഷ്യൽ റിലേഷൻ, നമ്മളെ സോഷ്യൽ സിറ്റുവേഷനിൽ, നമ്മൾ കൾച്ചറൽ സിറ്റുവേഷനിൽ എത്രത്തോളം അത് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്, ഇല്ല, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ളതാണെങ്കിൽ സ്വീകരിക്കാനുള്ള ചാൻസ് തീരെ കുറവാണ്. സിമ്പിൾ ആയിട്ടുള്ളതാണെങ്കിൽ, ഇപ്പോൾ ഏത് ടെക്നോളജിയാണ്, ഇപ്പോൾ മൊബൈലിൽ വരുന്ന ടെക്നോളജി ആണെങ്കിൽ, ഏതെങ്കിലും ആപ്പ് ആണെങ്കിലും ഒക്കെ തന്നെ, ഇപ്പോൾ ഗൂഗിൾ മീറ്റ് നമ്മൾ യൂസ് ചെയ്യാനുള്ള കാരണം അതൊക്കെ തന്നെയാണ്. കോംപ്ലക്സിറ്റി ഒഴിവാക്കിയിട്ട് പിന്നെ സിമ്പിൾ ആയിട്ടുള്ളത് ഏതോ അത് നമ്മൾ യൂസ് ചെയ്യും. അതിനനുസരിച്ച് ഡിഫ്യൂസ് ചെയ്യപ്പെടും. അതാണ് ഉദ്ദേശിച്ചത്. കമ്മ്യൂണിക്കബിലിറ്റി, അതുപോലെ ഒബ്സർവബിലിറ്റി, ഡിവിസിബിലിറ്റി, ഇതൊന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ആ പോയിന്റ്സ് എന്താ? ഇപ്പോൾ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ 16 മാർക്ക് എസ്സേ നിങ്ങൾ എഴുതേണ്ടത് 16 മാർക്കിനാണ്. അപ്പോൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ടൊന്നും എഴുതാൻ കിട്ടിയില്ലെങ്കിൽ ഡിഫ്യൂഷൻ അപ്പം എനിക്ക് അറിയാവുന്ന എഴുതിയേ പറ്റും. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ അവിടെ എഡിങ് കൊടുത്തിട്ട് എഴുതി വെക്കാനായിട്ട് മനസ്സിൽ ഓർത്തിരിക്കുക കേട്ടോ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിഫ്യൂഷൻ ഓഫ് ഇൻഫോർമേഷൻ, പോയിന്റ്സ് മാത്രം ഓർത്തിരുന്നാൽ മതി, ബാക്കി നിങ്ങൾക്ക് എഴുതാം, അത്രയേ ഉള്ളൂ. ആ ഡയഗ്രാം കാര്യങ്ങളൊന്നും നിങ്ങൾ ഇപ്പം നോക്കണ്ട, അത് വേണ്ട കേട്ടോ, അതൊന്നും നോക്കണ്ട. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വരുന്നുണ്ട്, മോഡൽസ് ഓഫ് ഇൻഫർമേഷൻ ഡിഫ്യൂഷൻ. ഇതാരെങ്കിലും എടുത്തിട്ടുണ്ടോ? മോഡൽസ് ഓഫ് ഇൻഫർമേഷൻ ഡിഫ്യൂഷൻ മോഡൽസ് ആരെടുത്തത്? സെമിനാർ എടുക്കാനായിട്ട് ആരായി ടോപ്പിക് എടുത്തത്?
മോഡൽ ആരും എടുത്തില്ലേ? ആരും എടുത്തില്ല? മോഡൽ ആരും എടുത്തില്ല ഡിഫ്യൂഷന്റെ? ഇല്ല. ഓക്കെ, എന്നാൽ ഞാൻ തന്നെ പറഞ്ഞുതരാം. അതിലെ ഫസ്റ്റ് അപ്പൊ ഡിഫ്യൂഷൻ എന്താണെന്നുള്ളതൊക്കെ ആദ്യം നിങ്ങൾ ഇൻട്രൊഡക്ഷനിലൊക്കെ കൊടുത്തേക്കുക. അത് കഴിഞ്ഞിട്ട് കേൾക്കുന്നില്ലേ നിങ്ങള്? ഉണ്ട്. കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ആരും റെസ്പോണ്ട് ചെയ്യാൻ കേൾക്കുന്നില്ല സംശയം. അതാണ് ചോദിച്ചത്. അത് ഞാൻ തന്നെ പറയാം. ഇതാരും എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു ടോപ്പിക്. അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ പറയാം. എപ്പിഡമിക് മോഡൽ ഫസ്റ്റ് പറയുന്നത് എന്താ? എപ്പിഡമിക്സ് നമ്മൾ എപ്പോഴാ പറയാ? പകർച്ചവ്യാധികൾക്കാണ് നമ്മൾ എപ്പിഡമിക് സാധാരണ പറയുന്നത്. അതുപോലെ തന്നെ ഇൻഫോർമേഷൻ പകരുക, അതാണ് എപ്പിഡമിക് മോഡൽ ഓഫ് ഇൻഫോർമേഷൻ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇൻഫോർമേഷൻ പേഴ്സൺ ടു പേഴ്സൺ ഡിഫ്യൂസ് ചെയ്യപ്പെടുക, എത്രയും സ്പീഡിൽ ഓരോരുത്തർക്കും കിട്ടുന്നതിനനുസരിച്ച് ട്രാൻസ്ഫർ ചെയ്തിട്ട് അങ്ങനെ പോവുക. അതിനാണ് എപ്പിഡമിക് മോഡൽ എന്ന് പറയുക. അതിലൊക്കെ ഡിഫ്യൂഷൻ ഒക്കെ കാണിക്കുന്നത് ഇപ്പൊ നിങ്ങൾ പോകേണ്ട. എപ്പിഡമിക് മോഡലിനെ പറ്റി 1-2 സെന്റൻസ് മാത്രം നിങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ ഇക്കണോമിക് തിയറി മോഡൽ. എക്കണോമിക് തിയറി പ്രോഫിറ്റബിൾ ഓർ നോട്ട്, അതാണ് നമ്മൾ നോക്കുന്നത്. ഇൻഫോർമേഷൻ ഈസ് പ്രോഫിറ്റബിൾ ഓർ നോട്ട്. പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡിഫ്യൂഷൻ റേറ്റ് ഇൻക്രീസ്, അതാണ് ഉദ്ദേശിച്ചത് ഇക്കണോമിക് തിയറി മോഡൽ എന്ന് പറയുന്നത്. അത് എത്രത്തോളം പ്രോഫിറ്റബിൾ ആണ്, നമ്മൾ ഇപ്പം യൂസ് ചെയ്യുന്നതിനേക്കാൾ പുതിയൊരു ടെക്നോളജി അല്ലെ പുതിയൊരു മെഷീൻ എന്തെങ്കിലും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നതിനേക്കാൾ എത്രത്തോളം പ്രോഫിറ്റബിൾ ആണ് എന്നുള്ളത് നോക്കിയിട്ട് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് പറയും, അങ്ങനെ അത് ഡിഫ്യൂസ് ചെയ്യപ്പെടും. ഇതാണ് ഉദ്ദേശിച്ചത് എക്കണോമിക് തിയറി മോഡൽ. പിന്നെ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് മോഡൽ. ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാനൊക്കെ ഇതൊക്കെ ചോദിക്കുന്നതാണ്. ഓപ്ഷൻ കൊടുക്കാൻ 4 എണ്ണം ഉണ്ടല്ലോ, അതുകൊണ്ട് കൃത്യമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ഡിഫറൻസ് നിങ്ങൾക്ക് അറിയണം എന്താണെന്നുള്ളത്. സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് മോഡൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഹാപ്പിനെസ് മോഡൽ പറഞ്ഞ പോലെ തന്നെ ഇതുവരെ പറഞ്ഞതിൽ വ്യത്യാസമുണ്ട്. സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് മോഡൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഫോർമേഷൻ ഡിഫ്യൂസ് ചെയ്യപ്പെടുന്ന മോഡൽസ് ആണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത്, ഇപ്പൊ നമ്മൾ 1000 2 കമ്പനികളുടെ 1000 എണ്ണ മൊബൈൽ ഫോൺ നമ്മൾ കളക്ട് ചെയ്തു ഷോപ്പിൽ. വോയിസ് കട്ടാവുന്നുണ്ട്. വോയിസ് കട്ടാവും, കേൾക്കുന്നില്ല? കട്ടായി പോകുന്നുണ്ട് പറയുമ്പോ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പോഴും കട്ടാവുന്നുണ്ടോ? ഇല്ല ഇല്ല, ഇപ്പൊ ഉണ്ട്, കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഉണ്ടോ? അത് റേഞ്ച് കുറഞ്ഞതിനെ കൊണ്ടായിരിക്കും. പറയുന്നുണ്ട് കേട്ടോ, നിങ്ങൾ കട്ടാക്കുന്നുണ്ടെങ്കിൽ പറയാം. ഇപ്പൊ കിട്ടുന്നുണ്ടോ? ഇപ്പൊ കിട്ടുന്നുണ്ട്. റേഞ്ച് കുറവായതുകൊണ്ടായിരിക്കും, അത് കുറയുന്നതിനെ കൊണ്ടാണ്. കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. ഇപ്പൊ എപ്പിഡമിക് മോഡൽ പറഞ്ഞത് കേട്ടോ നിങ്ങൾ? എപ്പിഡമിക് മോഡൽ എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ ഓഫ് ഇൻഫോർമേഷൻ ആസ് എപ്പിഡമിക്സ്, പേഴ്സൺ ടു പേഴ്സൺ, ട്രാൻസ്ഫറിങ് ഇൻഫോർമേഷൻ ഫ്രം പേഴ്സൺ ടു പേഴ്സൺ സ്പീഡ്ലി. അതിലാണ് നമ്മൾ എപ്പിഡമിക് മോഡൽ എന്ന് പറയാം. പിന്നെ എക്കണോമിക് തിയറി മോഡൽ എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി പ്രോഫിറ്റബിൾ ഇൻഫോർമേഷൻ വിൽ സ്പ്രെഡ് സ്പീഡ്ലി, അതാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ എക്കണോമിക്കലി പ്രോഫിറ്റബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും വേഗം അത് നമ്മൾ സ്വീകരിക്കും, അത് മറ്റുള്ളവരിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യും, അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതാണ് എക്കണോമിക് തിയറി മോഡൽ. സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് മോഡൽ എന്ന് പറയുന്നത് ജസ്റ്റ് ഡിഫറെന്റ് ആണ്, മറ്റുള്ളതായിട്ട് അത്രയും അതുപോലെ അല്ല. നമ്മുടെ ഗർഭിനസ് മോഡൽ പറഞ്ഞ പോലെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതിൽ പറയുന്നത് ഇതാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഞാൻ വന്നത്. ഇപ്പൊ 2 കമ്പനികളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളുടെ ഏതെങ്കിലും പ്രോഡക്റ്റ്, ഒരു മൊബൈൽ ഫോൺ അല്ലെ ഷർട്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു ബ്രാൻഡഡ് കമ്പനീസിന്റെ 2 കമ്പനികളുടെ ഒരു 1000 മോഡൽ നമ്മൾ കളക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഒരു ഷോപ്പിൽ 2 കമ്പനികളുടെ മോഡൽസ് പ്രോഡക്റ്റ് നമ്മൾ കളക്ട് ചെയ്തു. എന്നിട്ട് ആഫ്റ്റർ 1 month നമ്മൾ സ്റ്റോക്ക് വെരിഫിക്കേഷൻ ചെയ്യാണ്. അപ്പം ഒരു കമ്പനിയുടെ സ്റ്റോക്ക് വെരിഫിക്കേഷനിൽ ബാലൻസ് വന്നിട്ടുള്ളത് 200 മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഈ അതർ കമ്പനീസ് ബാലൻസ് ഈസ് 500. അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം? ഈ ബാലൻസ് 200 വന്നിട്ടുള്ളത് കൂടുതൽ പ്രോഫിറ്റബിൾ ആണ്, അത് കൂടുതൽ ആളുകളിലേക്ക് അതിനെപ്പറ്റിയുള്ള ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അത് സെയിൽസ് കൂടുതൽ നടന്നു. 500 ബാലൻസ് വന്നത് അത്രയും പ്രോഫിറ്റബിൾ ആയിട്ടില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ഇൻഫോർമേഷൻ ആളുകൾക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അത് അത്രയും സെയിൽസ് നടന്നില്ല. ഇതാണ് അത് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റോക്കിൽ ഏറ്റവും കുറവ് പെട്ടെന്ന് കുറയുന്നത് ഏതാണോ അതിനനുസരിച്ച് ഇൻഫോർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നത് കൂടും, ഡിഫ്യൂഷൻ കൂടും.
അപ്പൊ കൂടുതൽ ആളുകളിലേക്ക് ഇതിന്റെ ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവരെടുത്ത് മറ്റവരുടെ അടുത്തേക്ക് എക്സ്ചേഞ്ച് ചെയ്യപ്പെടും ഇൻഫോർമേഷൻ. അപ്പൊ അതിനനുസരിച്ച് ഇൻഫോർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. ഇതാണ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ എക്സാമ്പിൾ വെച്ചിട്ട് എഴുതിയാൽ മതി. എന്താണ് പിടികിട്ടിയോ നിങ്ങൾക്ക് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് മോഡൽ എന്ന് പറയുന്നത്? അത് ശരിക്കും നമുക്കൊരു തിയറി ആയിട്ട് പറയാനില്ല. അത് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് പറയുന്നതന്നെ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയേണ്ട സംഭവമാണത്. അതിൽ ബുക്കിനകത്തും വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ അതിനെ പറ്റിയിട്ട്. എന്താണ് സംഭവം എന്നുള്ളതിനെ പറ്റി അധികമൊന്നും പറഞ്ഞിട്ടില്ല. അത് ഇക്വിലിബ്രിയം ഓഫ് സ്റ്റോക്ക് ഇൻ എനി ടൈം ഓഫ് പീരീഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇക്വിലിബ്രിയം ഓഫ് സ്റ്റോക്ക് ഇൻ എനി ടൈം ഓഫ് പീരീഡ്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ബാലൻസ് എത്രത്തോളം. ഇപ്പോൾ ഒരു മാസത്തിൽ 500 ബാലൻസ് വന്നു, അടുത്ത മാസത്തെ ടൈം പീരീഡ് അടുത്ത മാസത്തിൽ 200 ബാലൻസ് വന്നു, അപ്പൊ എത്രത്തോളം സ്പ്രെഡ് ചെയ്തു എന്നുള്ളതൊക്കെയാണ്. ഒരു പ്രോഡക്റ്റ് തന്നെ ആണെങ്കിൽ, ഒരു പ്രോഡക്റ്റ് മാത്രം നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ഒരു 3 months എത്രത്തോളം വന്നു, അതിന് മുന്നേ അല്ല അതിന് ശേഷമുള്ള 3 months എത്രത്തോളം സ്റ്റോക്കിൽ വ്യത്യാസം വന്നു, അത് നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ അത് നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഇൻഫറൻസിൽ എത്തുകയാണ്. അപ്പോൾ ഇത്ര കൂടുതൽ പോയിട്ടുണ്ടെങ്കിൽ അത് ഇത്രയും ഇൻഫോർമേഷൻ ആളുകൾ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇല്ല നമ്മൾ മനസ്സിലാക്കുകയാണ് സ്റ്റോക്ക് വെരിഫൈ ചെയ്തിട്ട്. ഇതിനാണ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് മോഡൽ എന്ന് പറയുന്നത് കേട്ടോ. ഇനി വിൻറ്റേജ് മോഡൽ, ഇതൊന്നും നമുക്ക് അത്ര അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. പക്ഷേ പെർട്ടിക്കുലർ കേസിൽ അത് പറ്റും, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് വായിക്കുമ്പോൾ പ്രശ്നം തോന്നാണ്, പെർട്ടിക്കുലർ കേസിൽ അത് പറ്റും. വിൻറ്റേജ് മോഡൽ എന്ന് പറയുന്നത് അതിന് നാലാമത്തെ പേജ് നമ്പർ 121 2-4 വിൻറ്റേജ് മോഡൽ എന്നുള്ളതിൽ 5th ലൈൻ നോക്കൂ. അതൊന്ന് മാർക്ക് ചെയ്തോളൂ. ഓൾഡ് പ്രോഡക്റ്റ് ഈസ് ഓൺലി റീപ്ലേസ്ഡ്. ഓൾഡ് പ്രോഡക്റ്റ് ഈസ് ഓൺലി റീപ്ലേസ്ഡ് ഓർ സ്ക്രാപ്ഡ് when its operating cost exceeds the return of its earned. അടുത്ത സെന്റൻസ് മാർക്ക് ചെയ്തോളൂ. സിമിലർലി ന്യൂ എക്യുപ്മെന്റ്സ് ഈസ് ഓൺലി ഇൻസ്റ്റാൾഡ് ഇഫ് ഇറ്റ്സ് ടോട്ടൽ കോസ്റ്റ് ആർ കവേർഡ് ബൈ ദി റവന്യൂ ഇറ്റ് ഏൺസ്. അതെന്താ ഉദ്ദേശിച്ചത്? അപ്പോൾ നമ്മൾ ഒരു പ്രോഡക്റ്റ് റീപ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു ഫോൺ മാറ്റിയിട്ട് പുതിയൊരു ഫോൺ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എക്സീഡ്സ് ദ റിട്ടേൺസ് ഇറ്റ് ഏൺ. അത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, കൂടുതൽ പ്രോഫിറ്റബിൾ ആവണം, അത്രേ ഉള്ളൂ. നമുക്ക് തിരിച്ചു കിട്ടും, നമ്മൾ മുടക്കുന്ന കാശിനേക്കാൾ നമുക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ സെയിം എങ്കിലും നമുക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കണം. എക്കണോമിക്കലി പ്രോഫിറ്റബിൾ ആണോ അല്ലേ, അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ ഓൾഡ് പ്രോഡക്റ്റ് റീപ്ലേസ് ചെയ്യുക. അപ്പൊ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഒരു പുതിയ പ്രോഡക്റ്റ് അല്ല, ഇവിടെ നമ്മൾ പുതിയ പ്രോഡക്റ്റിനല്ല നോക്കുന്നത്, പഴയ ഇത് നമ്മളെ കയ്യിൽ ഓൾറെഡി ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അത് നമ്മൾ റീപ്ലേസ് ചെയ്യണമെങ്കിൽ, ഇപ്പൊ നമ്മളൊരു ഫോൺ മാറ്റി പുതിയൊരു ഫോൺ നമ്മൾ വാങ്ങണമെങ്കിൽ, പുതിയൊരു കമ്പനിയുടേതിലേക്ക് മാറണമെങ്കിൽ എന്തെങ്കിലും പ്രോഫിറ്റബിൾ ആയിട്ട്, നമ്മൾ ഈ മുടക്കുന്ന കാശിനനുസരിച്ച് പ്രോഫിറ്റബിൾ ആയിട്ട് എന്തെങ്കിലും അതിൽ കൂടുതൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ റീപ്ലേസ് ചെയ്യും. അത് തന്നെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ആ 2 സെന്റൻസും നിങ്ങൾ മാർക്ക് ചെയ്തേക്കാം. അതിന്റെ തൊട്ടടുത്ത പാരഗ്രാഫ് ഇറ്റ് വിൽ ബിക്കം പ്രോഫിറ്റബിൾ എന്ന് കാണുന്നില്ലേ, അതൊന്ന് മാർക്ക് ചെയ്തോളൂ. ഇറ്റ് വിൽ ബിക്കം പ്രോഫിറ്റബിൾ ടു റീപ്ലേസ് ഇമ്മീഡിയറ്റ്ലി സം പ്രൊപ്പോർഷൻ ഓഫ് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ബിക്കോസ് ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി ന്യൂ പ്രോഡക്റ്റ് ആർ ലോവർ ദാൻ ദി ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓഫ് സം ഓൾഡ് പ്രോഡക്റ്റ്. നേരത്തെ പറഞ്ഞ സംഭവം തന്നെ സെന്റൻസ് ഒന്ന് മാറ്റി പറഞ്ഞു കേട്ടോ, അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. അപ്പൊ ഈ 4 മോഡൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം: എപ്പിഡമിക് മോഡൽ, എക്കണോമിക് തിയറി മോഡൽ, സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് മോഡൽ, വിൻറ്റേജ് മോഡൽ. ഇനി ഫോണിന് കഴിഞ്ഞ ആഴ്ചത്തെ പോലെ ഹീറ്റിംഗ് പ്രോബ്ലം വരികയാണെങ്കിൽ, അങ്ങനെ ഓഫ് ആവുകയാണെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞ് റീസ്റ്റാർട്ട് ചെയ്യും കേട്ടോ, ഓഫ് ആവുകയാണെങ്കിൽ. അപ്പോൾ ഈ 4 മോഡൽസ് നിങ്ങൾ ഓർത്തിരിക്കുക. ഇൻഫോർമേഷൻ ഡിഫ്യൂഷൻ എന്താണെന്നുള്ള കാരണം നിങ്ങൾക്ക് ഞാൻ അന്നേ പറഞ്ഞില്ലേ, എസ് എഴുതുന്ന സമയത്ത് നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മെയിൻ പോയിന്റ്സ് ലിസ്റ്റ് ചെയ്ത് കാണിക്കണം. അപ്പൊ ആ ലിസ്റ്റ് ചെയ്ത് കാണിക്കാൻ പോയിന്റ്സ് ഇതിനകത്ത് ഉണ്ട്, നമുക്കത് ആദ്യം ലിസ്റ്റ് ചെയ്ത് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് 1 by 1 ആയിട്ട് സൈഡ് ഹെഡിങ് കൊടുത്തിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. അപ്പൊ അതിനനുസരിച്ച് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. മാറി മാറി ചോദിച്ചുകൊണ്ടേയിരിക്കും. മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷനും മോഡൽസ് ഓഫ് ഡിഫ്യൂഷൻ. ഇനി അടുത്തതിലേക്ക് പോകണം. അപ്പൊ ഈ ചാപ്റ്റർ ഇത് രണ്ടും മാത്രമേ ഈ ചാപ്റ്ററിൽ പറയുന്നുള്ളൂ. മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷനും മോഡൽസ് ഓഫ് ഡിഫ്യൂഷനും മാത്രമാണ് പറയുന്നത്. അത് നിങ്ങൾ ഒഴിവായി പോകാൻ പാടില്ല, പഠിച്ചേ പറ്റൂ. ഇനി അടുത്തത് ജനറേഷൻ ഓഫ് ഇൻഫോർമേഷനിൽ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് യൂണിറ്റ് 6 എന്ന് പറയുന്നത്. ഇൻഫോർമേഷൻ മോഡ്സും ആൻഡ് ഫോംസും, ഇത് രണ്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതിലും ഏതെങ്കിലും ഒന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇത് ഞാൻ ആർക്കോ കൊടുത്തിട്ടുണ്ട്. മോഡ്സ് ഓഫ് ഇൻഫോർമേഷൻ ആരാ എടുത്തിട്ടുള്ളത്? മോഡ്സ് ഓഫ് ഇൻഫോർമേഷൻ ഹലോ സർ. ഹലോ. മോഡ്സ് ഓഫ് ഇൻഫോർമേഷൻ ആണോ എടുത്തത്? മോഡ്സ് ഓഫ് ഇൻഫർമേഷൻ ജനറേഷൻ.
അതെ മോഡ്സ് ഓഫ് ഇൻഫർമേഷൻ ജനറേഷൻ. ആ അതെനിക്കാണ് കിട്ടിയത്, കാവ്യ. അല്ല അതെടുത്തോളൂ. ഓക്കെ സർ. മോഡ്സ് ഓഫ് ഇൻഫർമേഷൻ ജനറേഷൻ. കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ട്. കേൾക്കാം. Information generation, we know that there is plenty of ways we have to generate information. Mainly in our chapter discussing about various modes of informations are observation, thought process, deliberation and imagination, experimentation, processing of data, various events, evolution, dream and information generation in some selected subjects. First of all, we have to discussing one by one. First modes of information generation is observation. We know that by the word observation, not only mean by seeing with the eyes, but observation is otherwise we know it is hearing, smelling, tasting, and feeling with the skin. So we have to get information or generate information by seeing a thing. നമുക്ക് കണ്ണുകൊണ്ട് എന്തെങ്കിലും നോക്കി കാണുമ്പോൾ അത് ഒബ്സർവേഷൻ എന്ന് പറയുന്ന മെത്തേഡിലാണ് വരുന്നത്. അതർവൈസ് ബൈ ഹിയറിംഗ്, എന്തെങ്കിലും ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള സൗണ്ട് ആണെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ബൈ ഒബ്സർവിംഗ് സ്കൈ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദി ക്ലൈമറ്റ്. ഓർ ബൈ ഹിയറിംഗ് എ ബേർഡ് സൗണ്ട് an ornithologist can identify the bird if he similar it. And a chemist who can identify a chemical by smelling it. And we have to identify a food item by tasting it. So by these methods, observation is one of the best mode of information generation. Can you got it? Next about thought process, deliberation and imagination. Thought process എന്ന് പറഞ്ഞാൽ എന്താ? Thought process is known as mother of generation of information. നമ്മൾ ഏത് ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുമ്പോഴും അതിന്റെ ബേസിക് പ്രോസസ് എന്ന് പറയുന്നത് തോട്ട് പ്രോസസ് ആണ്. അത് ഒബ്സർവേഷൻ ആയാലും എക്സ്പെരിമെന്റേഷൻ ആയാലും ഡാറ്റ കളക്ഷൻ ആയാലും അതിന്റെയൊക്കെ ബേസിക് എന്ന് പറയുന്നത് തോട്ട് പ്രോസസ് ആണ്. വിത്തൗട്ട് തോട്ട് പ്രോസസ് അതേഴ്സ് കനോട്ട് ബി വർക്കിംഗ്. അപ്പൊ എന്തും നമുക്ക് ഒബ്സർവേഷൻ ആണെങ്കിലും ഒബ്സർവ് ചെയ്തത് കൊണ്ട് മാത്രം ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യണമെന്നില്ല. അതിനെക്കുറിച്ച് നമ്മൾ തിങ്ക് ചെയ്യണം. ആ തിങ്കിങ്ങിലൂടെയാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ്പെരിമെന്റ്, ഒരാളൊരു എക്സ്പെരിമെന്റ് ചെയ്യുകയാണ്. എക്സ്പെരിമെന്റിൽ ഒബ്സർവേഷൻസ് ഉണ്ടാവും. അതിൽ കൺക്ലൂഷൻ, എക്സ്പെരിമെന്റ് ചെയ്ത് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്യും, അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വരും. സോ തോട്ട് പ്രോസസ് ഇല്ലാതെ ഒരു ഇൻഫർമേഷൻ ജനറേഷൻ കംപ്ലീറ്റ് ആവുന്നില്ല. പിന്നെ അതിൽ വരുന്നതാണ് ഡെലിബറേഷൻ. ഡെലിബറേഷൻ എന്ന് പറയുമ്പോൾ അതൊരു എക്സാമ്പിളിലൂടെ പറയാണ്. ഇപ്പൊ ഒരു സ്റ്റുഡന്റ്, വൺ ഓഫ് ദി സ്റ്റുഡന്റ് ഹു ഈസ് സ്റ്റഡിങ് ഇൻ 12th പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് 12th he or she will attend numerous entrance tests. And if a student confused or deliberate, say reaches a conclusion by selecting the causes. So deliberation പ്രോസസ്സിലൂടെയാണ് ഇവിടെ ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് അബൌട്ട് ഇമാജിനേഷൻ. ഇമാജിനേഷൻ എന്ന് പറയുന്നതും ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു ആർട്ടിസ്റ്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ആർട്ടിസ്റ്റ് ഒരു പീസ് ഓഫ് വർക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് അതിനെക്കുറിച്ചൊരു കറക്റ്റ് ഇമാജിനേഷൻ ഉണ്ടാവും. ആ ഇമാജിനേഷൻ പെർഫെക്റ്റ് ആകുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. After completing his work, information is generated.
അപ്പൊ ഇവിടെയും ഇമാജിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വർക്കൗട്ട് ആയതുകൊണ്ടാണ് കറക്റ്റ് ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് എക്സ്പെരിമെന്റേഷൻ. എക്സ്പെരിമെന്റേഷൻ എങ്ങനെയാണ് ഇൻഫർമേഷൻ ജനറേഷന് ഹെൽപ്പ് ചെയ്യുന്നത്? എക്സ്പെരിമെന്റേഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒബ്സർവേഷൻ വരും, അതിൽ തിങ്കിങ് പ്രോസസ് വരും. സോ റിസൾട്ട് ഓഫ് എക്സ്പെരിമെന്റേഷൻ ഈസ് യൂഷ്വലി അപ്പിയർ ഇൻ ദ ഫോം ഓഫ് സംടൈംസ് റിസർച്ച് പേപ്പേഴ്സ്, ഷോർട്ട് കമ്മ്യൂണിക്കേഷൻസ്, പേറ്റന്റ്സ് ആൻഡ് സോ ഓൺ. അപ്പൊ മിക്ക എക്സ്പെരിമെന്റ് കഴിഞ്ഞാലും അതെപ്പോഴും ഒരു ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുന്നതിലേക്കാണ് എത്തിച്ചേരുന്നത്. എക്സ്പെരിമെന്റേഷൻ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് മോഡാണ്. പിന്നെ വരുന്നത് മോഡ്സ് ഓഫ് ഇൻഫർമേഷൻ ജനറേഷനിൽ ഫോർത്ത് വൺ നമ്മൾ ടെക്സ്റ്റ് പറയുന്നത് പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റയാണ്, ഡാറ്റ പ്രോസസ്സിംഗ്. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ വേരിയസ് മെത്തേഡ്സ് നമ്മൾ സെലക്ട് ചെയ്യും. ക്വസ്റ്റ്യനെയർ ആൻഡ് അതർ മെത്തേഡ്സ് വി ആർ ഗിവിംഗ് റൈസ് ടു ഇൻഫർമേഷൻ ഗ്യാതറിംഗ്. അങ്ങനെ കിട്ടിയ ഇൻഫർമേഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്കൊരു ഡാറ്റ അനാലിസിസ് നടത്താം. അപ്പോൾ നമ്മൾ കുറെ ടേബിളർ കോളംസ് അങ്ങനെ കുറെ ക്രിയേഷൻസ് ഒക്കെ ഉണ്ടാക്കി ഡാറ്റ അനാലിസ് ചെയ്യാൻ തുടങ്ങും. ഒരു ഡാറ്റ അനാലിസ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നിലധികം ഇൻഫർമേഷൻസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഫ്രം എ സിംഗിൾ ഡാറ്റ അനാലിസിസ് വി ഹാവ് ടു റീച്ച് എ ന്യൂമറസ് ഇൻഫർമേഷൻസ്. സോ ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുന്നതിൽ പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നതും ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെയാണ്. ഡാറ്റ പ്രോസസ് ചെയ്താൽ നമുക്ക് കുറെ ഇൻഫർമേഷൻസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഫിഫ്ത്ത് വൺ ഇവന്റ്സ്. ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവന്റ് മീൻസ് ആസ് എ തിങ് ദാറ്റ് ഹാപ്പൻസ് ഓർ ടേക്സ് പ്ലേസ്. എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഇവന്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് എന്താണ്? ഒരു ഇൻഫർമേഷൻ ജനറേഷനിലേക്കാണ് അറ്റ് ലാസ്റ്റ് അത് എത്തുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇവന്റ് ഉണ്ടാകുമ്പോൾ ഒരു എക്സ്പെരിമെന്റ് നടത്തുന്ന കേസിൽ തന്നെ അതൊരു ഇവന്റ് ആണ്. അപ്പോൾ അതിൽ കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ആ ഇവന്റ് കൺക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു പുതിയ ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഓതർ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യണം, അതൊരു ഇവന്റ് ആണ്. അപ്പൊ അത് നമ്മൾ എങ്ങനെയാണ് അതിൽ ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുന്നത്? ഓതർ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്ത് നമ്മളത് ആരിലൂടെയെങ്കിലും അറിയാണ്. ബട്ട് സീയിങ് എനി വൺ, അത് വേറെ ഒരാൾ അറിയണം. ഇറ്റ് ഈസ് സീൻ ബൈ സം വൺ ആൻഡ് റിപ്പോർട്ടഡ്. മറ്റുള്ളവരത് അറിഞ്ഞ് അത് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അവിടെ എന്താണ്? ഒരു ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഇവന്റ്സും, ഓരോ ഇവന്റ്സ് നടക്കുമ്പോഴും പുതിയ പുതിയ ഓരോ ഇൻഫർമേഷൻസ് ആണ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമ്മളുടെ ഡെയിലി ലൈഫിൽ തന്നെ ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുന്ന മോഡ്സ് ആണ്. പിന്നെ സിക്സ്ത് ഇവല്യൂഷൻ. ഇവല്യൂഷൻ എങ്ങനെയാണ് ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുന്നത്? ഇവല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ്സ് എ ലോങ് പ്രോസസ് ടേക്കിംഗ് പ്ലേസ് മില്യൺസ് ഓഫ് ഇയേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് സ്റ്റിൽ കണ്ടിന്യൂയിങ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നടന്നു വരുന്ന പ്രോസസ്സിനാണ് നമ്മൾ സാധാരണ ഇവല്യൂഷൻ എന്ന് പറയുക. ഈ ഇവല്യൂഷൻ ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഈ ലാംഗ്വേജിന്റെ ഒക്കെ കേസിലാണ് ഇത് പലപ്പോഴും പറയാറ്. നമുക്കറിയാം, ഇപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെ എടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസ് it is being generated hundreds of years or millions of years ago, and even today hundreds of new words are being added to this language. ഇപ്പോഴും പുതിയ പുതിയ വേർഡ്സ് ഈ ലാംഗ്വേജിലേക്ക് ആഡ് ചെയ്യപ്പെടുകയാണ്. ഇപ്പൊ നമ്മൾ കുറെ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് യൂസ് ചെയ്ത് വരുന്ന കുറച്ച് വേർഡ്സ് ആണ് ബൈ സ്റ്റാർട്ടിങ് വിത്ത് ഇ, ദാറ്റ് ഈസ് ഇമെയിൽ, ഇ ജേർണൽ, ഇ ലൈബ്രറി ആൻഡ് സോ ഓൺ. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന എന്താ? ഒരു ലാംഗ്വേജ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായി, അതിപ്പോഴും എന്താണ്? ഇവല്യൂഷന്റെ പാത്തിലാണ്. അപ്പൊ ഈ ഇവല്യൂഷൻ പ്രോസസ്സ് നടക്കുമ്പോഴൊക്കെയും പുതിയ പുതിയ ഇൻഫർമേഷൻസ് ആണ് അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. So in this way, a language has developed over thousands of years following the path of evolution and still the process is on. അപ്പോൾ ലാംഗ്വേജസിന്റെ കാര്യത്തിൽ ഇവല്യൂഷൻ പ്രോസസ്സ് നടക്കുന്നതിനനുസരിച്ച് പുതിയ പുതിയ ഇൻഫർമേഷൻസ് ഇങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു മോഡ് ഓഫ് ഇൻഫർമേഷൻ ആണ് ഡ്രീം. ഇത് നമ്മൾ ഡെയിലി ലൈഫിൽ നടക്കുന്ന തന്നെ. നമ്മളൊരു ഡ്രീം കാണുകയാണ്. ഇറ്റ്സ് കോമൺ വിത്ത് എവറി ഹ്യൂമൻ ബീങ് ടു ഡ്രീം. സം ഓഫ് ദി ഡ്രീംസ് വി റിമെമ്പർ, അതർ വി ഡു നോട്ട്. ചിലത് നമ്മൾ ഓർക്കും, ചിലത് മറന്നു പോകും. സോ ദ ഡ്രീം ദാറ്റ് റിമെമ്പർ ആൻഡ് കൺവേ അബൌട്ട് സെയിങ് ടു അതേഴ്സ്. നമ്മളൊരു ഡ്രീം കണ്ട ചിലത് നമ്മൾ ഓർത്ത് വെക്കും. ആ ഓർത്ത് വെച്ചിട്ടുള്ളത് നമ്മൾ മറ്റൊരാളോട് ഷെയർ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഇറ്റ് ഈസ് റെക്കോർഡഡ് ഇറ്റ് ഇൻ അവർ ഡയറി. ഡയറി എഴുതുന്ന ആളാണെങ്കിൽ ആ ഡ്രീം എന്ത് ചെയ്യും? ഡ്രീമിനെ കുറിച്ച് നമ്മൾ ചിലപ്പോൾ ഡയറിയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അപ്പോൾ സംഭവിക്കുന്ന എന്താണ്? ഇൻഫർമേഷൻ ഈസ് ജനറേറ്റഡ്. സോ ഡ്രീം ഈസ് ഓൾസോ
എ മോഡ് ഓഫ് ഇൻഫർമേഷൻ ജനറേഷൻ. നമ്മുടെ ടെക്സ്റ്റിൽ ഇതിനൊരു ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് കെമിസ്ട്രി പഠിച്ച ആൾക്കാരാണെങ്കിൽ അറിയാം. കെക്കുലെ മോഡൽ, അതായത് കെമിസ്ട്രിയിലെ ബെൻസീൻ മോഡൽ കണ്ടുപിടിച്ച ഒരാളാണ് കെക്കുലെ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്. അയാൾ ആ മോഡലിലേക്ക് എത്തിയിരിക്കുന്നത് അയാൾ കണ്ട ഒരു ഡ്രീമിനെ ബേസ് ചെയ്താണ്. ഒരു റിംഗ് മോഡലാണ് അതിനുള്ളത്. റിംഗ് ഫോം ചെയ്തതായിട്ട് അയാൾ ഒരു ദിവസം ഒരു ഡ്രീം കണ്ടു എന്നാണ് നമ്മൾ വിശ്വസിക്കപ്പെടുന്നത്. ആ ഡ്രീമിലൂടെയാണ് അയാൾ ബെൻസീൻ ഇങ്ങനെ ഒരു ഹെക്സഗൺ സ്ട്രക്ചർ കൺഫേം ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ഡ്രീമിലൂടെ അയാൾ പുതിയൊരു ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്തു. നമ്മുടെ ടെക്സ്റ്റ് കൊടുത്തൊരു എക്സാമ്പിൾ ആണിത്. ദെൻ പിന്നെ പറയുന്നത് ഒരു ഇൻഫർമേഷൻ ജനറേഷൻ മോഡാണ്. ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഒരു സ്പെഷ്യൽ ഏരിയ പറയുന്നത് ഇൻഫർമേഷൻ ജനറേഷൻ ഇൻ സം സെലക്ടഡ് സബ്ജക്ട്സ്. ടെക്സ്റ്റിൽ കുറെ സബ്ജക്ട്സുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോന്നിലും ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുന്ന ഓരോ മോഡ്സിലാണ്. ഫസ്റ്റ് വൺ പറയുന്നത് ക്ലാസിഫിക്കേഷൻ. ഇഫ് വി ഗോയിങ് ത്രൂ എനി ക്ലാസിഫിക്കേഷൻ സ്കീം ലൈക്ക് നമ്മൾ പഠിച്ച ഡ്യൂയി ഡെസിമൽ ക്ലാസിഫിക്കേഷൻ ഓർ കോളം ക്ലാസിഫിക്കേഷൻ, ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഈ ക്ലാസിഫിക്കേഷൻ സ്കീമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ എന്താണ്, ഇറ്റ് ഈസ് ഡൺ ത്രൂ അവർ മെന്റൽ എക്സസൈസ്. നമ്മുടെ ഒരു മെന്റൽ എക്സസൈസ് വഴിയാണ് നമ്മൾ ലാസ്റ്റ് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ബുക്കിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് നമ്മുടെ മെന്റൽ എക്സസൈസ് വഴിയാണ്. അപ്പൊ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നമ്മൾ ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുന്നത് ത്രൂ മെന്റൽ എക്സസൈസ് വഴിയാണ്. പിന്നെ പറയുന്ന സബ്ജക്ട് ഒരു ഫിലോസഫി. ഫിലോസഫി എന്ന് പറയുമ്പോൾ തന്നെ അതെന്താണ്, ഇറ്റ് ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ ഹ്യൂമൻ ലോജിക് തിങ്കിങ്. നമ്മുടെ ലോജിക്കൽ തിങ്കിങ്ങിനെ ബേസ് ചെയ്താണ് ഫിലോസഫി എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നത്. അപ്പൊ അവിടെ ഇൻഫർമേഷൻ ഈസ് ജനറേറ്റഡ് ത്രൂ ലോജിക്കൽ തിങ്കിങ്. പിന്നെ കുറെ സബ്ജക്റ്റുകൾ പറയുന്നുണ്ട്. റിലീജിയൻ. റിലീജിയൻ എന്ന് പറയുമ്പോൾ റിലീജിയൻ ഈസ് ഓൾസോ ദി ഔട്ട്കം ഓഫ് ബ്രെയിൻ വർക്ക് ഓഫ് ഹ്യൂമൻ ബീങ്. റിലീജിയൻ, ഡിഫറെന്റ് റിലീജിയൻസ് എങ്ങനെ ഉണ്ടായി വന്നിരിക്കുന്നത്, നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ ബ്രെയിൻ വർക്ക് കൊണ്ട് ഉണ്ടായി വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ബ്രെയിൻ വർക്ക് ബേസ് ചെയ്താണ് റിലീജിയൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് വന്നിരിക്കുന്നത്. അവിടെയൊക്കെ നമ്മൾ ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ സോഷ്യൽ സയൻസസിനെ കുറിച്ച് പറയുന്നു. സോഷ്യൽ സയൻസസിനെ സ്റ്റാറ്റിസ്റ്റിക്സ്, പ്യുവർ സയൻസസ്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കാര്യം എന്താ, സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുന്നത് ഡാറ്റ പ്രോസസ്സിങ്ങിലൂടെയാണ് നമുക്കറിയാം, ത്രൂ ദി ഡാറ്റ പ്രോസസ്സിങ്. പിന്നെ പ്യുവർ സയൻസ് എടുക്കുകയാണെങ്കിൽ പ്യുവർ സയൻസിൽ ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുന്നത് തിങ്കിങ്, ഒബ്സർവേഷൻ, എക്സ്പെരിമെന്റേഷൻ, അങ്ങനെ ചില വർക്കിലൂടെയാണ്. അതിൽ എസ്ട്രോണമി എടുത്തു നോക്കുകയാണെങ്കിൽ എസ്ട്രോണമി എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുന്ന ത്രൂ ഒബ്സർവേഷൻ ആണ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓരോന്നിലും നമ്മൾ ഓരോ മോഡിലാണ് ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വേരിയസ് സബ്ജക്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ. പിന്നെ അപ്ലൈഡ് സയൻസിലേക്ക് വരികയാണെങ്കിൽ അപ്ലൈഡ് സയൻസിൽ തന്നെ കുറെ ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ അനാട്ടമി എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അനാട്ടമിയിൽ ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുന്ന എന്താണ്, ബേസിക്കലി ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ. ത്രൂ ദി ഒബ്സർവേഷൻ ആണ് നമ്മളവിടെ ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും കാണുന്നതിലോടുകൂടി നമ്മുടെ ഒബ്സർവേഷനിലോടുകൂടി നമുക്കൊരു ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കുറെ സബ്ജക്ട് പറയുന്നു, ജോഗ്രഫി, ഹിസ്റ്ററി. ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ജോഗ്രഫി എന്ന് പറയുമ്പോൾ എന്താണ്, ജോഗ്രഫിയിലും ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുന്ന ഒബ്സർവേഷൻ ബേസ്ഡ് സബ്ജക്ട്സ്. ഓരോ സബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്താണ് നമ്മൾ പുതിയ ഓരോ ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഹിസ്റ്ററിയുടെ കാര്യത്തിലോ, ഹിസ്റ്ററി ഈസ് പ്രിഡോമിനന്റ്ലി ഇവന്റ് ബേസ്ഡ്. ഹിസ്റ്ററി അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒബ്സർവ് ചെയ്ത് ഒരു ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് അല്ല. ഹിസ്റ്ററി നമ്മൾ ഇവന്റ് ബേസ്ഡ് ആയിട്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഇവന്റ് ബേസ്ഡ് ആയിട്ട് ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ്. തിങ്കിങ്ങും അവിടെ ഒരു മേജർ പാർട്ടായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ by concluding that information generation in various modes in various in different fields. ഓരോ സബ്ജക്റ്റ് എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ രീതിയിലാണ് അവിടെ ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ടോപ്പിക്ക് മോഡ്സ് ഓഫ് ഇൻഫർമേഷൻ ജനറേഷൻ ആയിരുന്നു. ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് അത് ഏതൊക്കെയാണെന്ന് മാത്രം ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇമ്പോർട്ടൻറ്റ് മോഡ്സ് ഓഫ് ഇൻഫർമേഷൻ ജനറേഷൻ എന്ന് പറയുമ്പോൾ ഒബ്സർവേഷൻ, തോട്ട് പ്രോസസ്, ഡെലിബറേഷൻ, imagination, experimentation, processing of data, events, evaluation, dream, then last ഞാൻ പറഞ്ഞത് ഇൻഫർമേഷൻ ജനറേഷൻ ഇൻ സം സെലക്ടഡ് സബ്ജക്ട്സ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാർ ക്ലിയർ ചെയ്ത് തരും.
Thank you. പിന്നെ ഇത് ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിനകത്തുള്ളത്. അതിൽ രണ്ടെണ്ണത്തിൽ ഇതിൽ നിങ്ങൾ ഒരു മോഡ് ഓഫ് ഇൻഫോർമേഷൻ ജനറേഷൻ അതേ പോയിന്റ്. അപ്പൊ നിങ്ങൾക്ക് എസ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനും ഈസിയാണ്, കൂടുതൽ എഴുതാനും പറ്റും, പോയിന്റ്സ് ഒക്കെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്നും വിട്ടുപോകരുത്, അതാണ് ഞാൻ പറയുന്നത്. ആയിട്ടുള്ളത് വിട്ടിട്ട് പോകരുത്, ഇവിടെ തന്നെ പിടിക്കാം. അതുപോലെ ഇതിൽ തുടക്കത്തിൽ പറയുന്ന മെയിൻ പോയിന്റ്സ് ഒക്കെ ആണെങ്കിൽ ലാസ്റ്റിലേക്ക് പറയുന്ന അതർ സബ്ജക്ട്സ് ഒക്കെ പറയുന്നത് അങ്ങോട്ടൊന്നും പോയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇതിൽ ഫസ്റ്റ് ഒബ്സർവേഷൻ, പിന്നെ തോട്ട് പ്രോസസ്, എക്സ്പെരിമെന്റേഷൻ, പ്രോസസിങ് എല്ലാം സിമ്പിൾ ആണ്. ഇതിൽ മാത്രമേ ഓർത്തിരിക്കുന്നത്. സ്വന്തമായിട്ട് എഴുതാം. ഇവന്റ്സ്, പിന്നെ ഇവല്യൂഷൻ, ഡ്രീം, പിന്നെ ഇൻഫോർമേഷൻ ജനറേഷൻ സെലക്ടഡ് സബ്ജക്റ്റ് ആണ്. ക്ലാസിഫിക്കേഷൻ കാര്യങ്ങളിലും. അപ്പൊ അതിൽ റിലീജിയൻ, സോഷ്യൽ സയൻസസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മെഡിക്കൽ സയൻസ്, മാത്സ്. സർ കട്ടാവാണ്. ക്ലിയർ ഇല്ല സർ, ക്ലിയർ ഇല്ല, ക്ലിയർ ഇല്ല, കട്ടായി പോവാണ്. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആ ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ശരി ശരി. അപ്പോൾ ഈ അതർ സബ്ജക്റ്റ് എന്നുള്ളതിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളണമെന്നില്ല. മെയിൻ പോയിന്റ്സ് ആയിട്ട് പറയുന്നത് മാത്രം ഫോക്കസ് ചെയ്യുക. അത് നന്നായിട്ട് എഴുതി വെക്കുക. അത്രയും നിങ്ങൾക്ക് സമയമുണ്ടോ? എക്സാമിന് അത്രയും കൂടുതൽ എഴുതിക്കൊണ്ടിരിക്കാനുള്ള സമയം ഉണ്ടാവില്ല. 3 മണിക്കൂറിനുള്ളിൽ 4 എസ്സേ കംപ്ലീറ്റ് ആക്കണം, 2 ഷോർട്ട് ആൻസറും എഴുതണം. അപ്പൊ അറിയുന്നതാണെന്ന് വെച്ചാൽ അത്രയും സമയങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പാടില്ല. ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം എഴുതാൻ കേട്ടോ. അപ്പൊ ഇത് ഈസി ആയിട്ടുള്ള സംഭവമാണ്. ഇത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ പോയിന്റ്സ് മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മാത്രം മതി. ഇനി അടുത്തത് പറയുന്നത് ഫോംസ് ഓഫ് ഇൻഫർമേഷൻ ആണ് പറയുന്നത്. അതാരെങ്കിലും എടുത്തിട്ടുണ്ടോ? ഫോംസ് ഓഫ് ഇൻഫർമേഷൻ ആരെങ്കിലും എടുക്കാനായിട്ട് എടുത്തിട്ടുണ്ടോ? സെമിനാർ എടുക്കാനായിട്ട് എടുത്തിട്ടുണ്ടോ? ഫോംസ് ഓഫ് ഇൻഫർമേഷൻ ആരും എടുത്തില്ല? ഇല്ലെങ്കിൽ ഞാൻ പറയാം, എന്നാലും എടുത്തില്ലെങ്കിൽ ഞാൻ പറയാം. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൻ്റെ അകത്തുള്ളൂ. അതിൽ ഫോംസ് ഓഫ് ഇൻഫർമേഷനിൽ എല്ലാം ഇതും നിങ്ങൾ ഹെഡിങ് മാത്രമേ ഓർത്തിരിക്കേണ്ടതുള്ളൂ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാം. ഓറൽ ഫോം, ഫോംസ് ഓഫ് ഇൻഫർമേഷൻ ഓറൽ ഫോമിൽ നിലനിൽക്കുന്ന ഇൻഫർമേഷൻ ആണത്. ഇപ്പോൾ നേരത്തെയുള്ള ഓൾഡ് ജനറേഷനിൽ അല്ലെങ്കിൽ ട്രൈബൽ ഏരിയയിലൊക്കെ ഉള്ള ആളുകൾക്ക് ഒക്കെ ഇടയിൽ പ്രിന്റഡ് ഫോമിലൊന്നും അവർ ഇൻഫർമേഷൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. അവർ ഹാൻഡ് ഓവർ ചെയ്യാണ്. ഇപ്പോൾ പുതിയ ജനറേഷനിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് പോവാണ് ഇൻഫർമേഷൻ ഓറൽ ഫോമിൽ. അതങ്ങനെ വാക്ക് രൂപത്തിൽ അതങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടു പോകുന്ന സംഭവങ്ങളാണ് ഓറൽ ഫോമിൽ നിലനിൽക്കുന്നത്. അതുപോലെ സൈൻ ലാംഗ്വേജ് ഡെഫ് ആൻഡ് ഡംബ് ഒക്കെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ്, ആ രീതിയിലുള്ള ഒരു ഫോം ഓഫ് ഇൻഫർമേഷൻ. പിന്നെ ഹാൻഡ് റിട്ടൺ ഫോം, സാധാരണ നമ്മൾ കൈയെഴുത്തുകളായിട്ടുള്ളത്. പിക്ടോറിയൽ ഫോം, പിക്ചർ. ഇപ്പോൾ പണ്ടത്തെ കലാശില്പങ്ങളിലും ഒക്കെ ഈ അമ്പലങ്ങളിലും ഒക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ പണ്ട് കാലത്തുള്ള ആ കൊത്തുപണികളുടെ രൂപത്തിൽ ഇൻഫർമേഷൻ അത് പാസ് ചെയ്യുന്നത്. ആ പിക്ചർ രൂപത്തിലാണെങ്കിലും അത് കാണുമ്പോൾ നമുക്ക് കുറേ ഇൻഫർമേഷൻ അത് പാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രിന്റഡ് ഫോമിൽ, ഡിജിറ്റൈസ്ഡ് ഫോമിൽ, കണ്ടൻസ്ഡ് ഫോം എന്ന് പറഞ്ഞാൽ എന്താ, ഷോർട്ട് ഫോമിൽ കണ്ടൻസ് ആക്കിയിട്ട് ഷോർട്ട് ഫോമിലാക്കി. ഇപ്പം നമ്മൾ ഇലക്ട്രോണിക് ഫോമിലൊക്കെ കണ്ടൻസ്ഡ് ആക്കിയിട്ടൊക്കെ സൂക്ഷിക്കുന്നില്ലേ, അത് കണ്ടൻസ്ഡ് ഫോമിൽ. അതുപോലെ കോഡഡ് ഫോം, ഏതെങ്കിലും പ്രത്യേക കോഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ബൂലിയൻ ഓപ്പറേറ്റേഴ്സും ഒക്കെ അവിടെ കൊടുത്ത സംഭവങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 0, 1, പ്ലസ് മൈനസ് സൈനൊക്കെ അതൊക്കെ കൊടുത്തിട്ടുണ്ട് കോഡഡ് ഫോമിൽ പറയുന്നത്. അതുപോലെ സിംപ്ലിഫൈഡ് ഫോം, ട്രാൻസ്ലേറ്റഡ് ഫോം, പിന്നെ ഡിസ്ഗൈസ്ഡ് ഫോം. ഡിസ്ഗൈസ്ഡ് ഫോം പേജ് നമ്പർ 155 ആണ്. ഡിസ്ഗൈസ്ഡ് ഫോം എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ എഴുതിയിട്ടുള്ളത് അവർക്ക് മാത്രമേ അത് മനസ്സിലാവൂ. അങ്ങനെയുള്ള ഒരു കോഡ് രൂപത്തിൽ എഴുതുന്നതാണ് ഡിസ്ഗൈസ്ഡ് ഫോം എന്ന് പറയുന്നത്. അത് അവിടെ രണ്ടാമത്തെ ലൈനിൽ കൊടുത്തിട്ടുണ്ട്. ഓൺലി പേഴ്സൺ ഫോർ whom the information is meant can get the real meaning of the sentence. For whom the information is meant can get the real meaning of the sentence. ഇതാണ് ആ ഡിസ്ഗൈസ്ഡ് ഫോം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ സെക്കൻഡറി ഫോം, ടെർഷറി ഫോം, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ഹെഡിങ് മാത്രം നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ഓർത്തിരിക്കുക. എന്നിട്ട് ഓരോന്നിനെ പറ്റി 2-3 സെന്റൻസ് എഴുതാനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അത്രയേ ഉള്ളൂ കാര്യം കേട്ടോ. മാറിപ്പോവരുത്. മോഡ് ഓഫ് ഇൻഫർമേഷൻ ആണ്, ഇത് ഫോം ഓഫ് ഇൻഫർമേഷൻ ആണ്. നേരത്തെ പറഞ്ഞ മോഡ്സ് ഓഫ് ഇൻഫർമേഷൻ ജനറേഷൻ ആണ്, ഇത് ഫോം ഓഫ് ഇൻഫർമേഷൻ ആണ്. രണ്ടും തമ്മിൽ മാറിപ്പോവരുത്, ഓർത്തിരിക്കണം കേട്ടോ. അങ്ങനെ ആ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പൊ ഇതിൽ 5, 6 ഈ 2 ചാപ്റ്ററാണ് ഈ ബ്ലോക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കിട്ടിയിരിക്കും, എക്സാമിന് വന്നിരിക്കും ഈ 2 ചാപ്റ്ററിൽ. അതുപോലെ ഇനി പറയുന്ന 2 ചാപ്റ്ററും നിങ്ങൾക്ക് തീരെ പിടിക്കാത്തതാണ്. നമുക്ക് അങ്ങോട്ട് ടെസ്റ്റ് ആയിട്ടൊന്നും എഴുതാനായിട്ട് നമുക്ക് ഓർമ്മിച്ച് വെക്കാനുള്ള സംഭവങ്ങളൊന്നും അതിനകത്ത് അധികമൊന്നും കാണാനില്ല.
പിന്നെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളതുമാണ്. അപ്പോൾ ഈ 2 ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചു വെക്കണം. അതിലെന്തായാലും 2 എണ്ണം ചോദിക്കുന്നതിൽ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എല്ലാവരും ഒരേ ചാപ്റ്ററും ചോദിക്കാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും ഈ 2 ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പോൾ ബാക്കിയുള്ളതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, പക്ഷേ നിങ്ങൾക്ക് അത്ര അങ്ങോട്ട് പിടിക്കാത്ത സംഭവങ്ങളായിരിക്കാം. ഞാൻ പറഞ്ഞു വന്നത് കുറേ സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യരുതെന്നാണ്. അപ്പോൾ ആദ്യത്തെ 2 ചാപ്റ്റർ നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ സമയം അതിന് സമയമില്ലാതാനും നിങ്ങൾക്ക് അത്രയും സ്പെൻഡ് ചെയ്യാനായിട്ട്. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഇനി അഥവാ മറ്റത് കിട്ടിയില്ലെങ്കിൽ എഴുതാനുള്ളത് കുറച്ചൊക്കെ നോക്കി വെക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അപ്രോച്ചസ് ടു ഇൻഫോർമേഷൻ തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് പേജ് നമ്പർ 163 കൊടുക്കുന്നുണ്ട്. സിൻറ്റാക്റ്റിക്, സിമാൻറ്റിക് ആൻഡ് കോണ്ടെക്സ്റ്റൽ. ഇൻഫോർമേഷൻ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ 3 ടേംസിലൊക്കെ സിൻറ്റാക്റ്റിക്, സിമാൻറ്റിക് ആൻഡ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന 3 ഇതിലൊക്കെ പറയുന്നുണ്ട്. സിമാൻറ്റിക്കും സിൻറ്റാക്സും പറയുന്നുണ്ടായിരിക്കും അല്ലേ. സിമാൻറ്റിക്കിന് മീനിങ് ആണ്, സിൻറ്റാക്സ് എന്ന് പറഞ്ഞാൽ ഗ്രാമറാണ്. സിമാൻറ്റിക്സും സിൻറ്റാക്സും, സിൻറ്റാക്സ് ഗ്രാമറും സിമാൻറ്റിക്സ് മീനിങ്ങുമാണ്. കോണ്ടെക്സ്റ്റ് ആ സിറ്റുവേഷൻ ആണ്. അതിനനുസരിച്ച് ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷനിൽ എങ്ങനെ മാറ്റം വരും എന്നാണ് ഈ പറയുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ സിൻറ്റാക്സ് എന്ന് പറഞ്ഞാൽ ഗ്രാമറിൻ്റെ പറയുമ്പോൾ പാസീവ് വോയിസ് ആൻഡ് ആക്റ്റീവ് വോയിസ് പഠിച്ചാണല്ലോ 2 എണ്ണം. 2ലും മീനിങ് ഒരേ മീനിങ് ആണ് കൺവേ ചെയ്യുന്നത്. പക്ഷേ സെന്റൻസ് ഗ്രാമർ വ്യത്യാസം. അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ ഈ ബുക്കിനകത്ത് കുറേ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചോളൂ. അതൊരു എക്സാമ്പിൾ ആണ്. സിൻറ്റാക്ടിക്കലി ഡിഫറെന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, സിൻറ്റാക്ടിക്കലി ഡിഫറെന്റ് ഇൻഫർമേഷൻ എങ്ങനെയാണ് വരിക എന്നുള്ളത് കാണിക്കാനായിട്ടുള്ള ഈ എക്സാമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ് ഈ സിൻറ്റാക്സ് എന്ന് ഡിഫറൻസ് പറയുന്നത്. പക്ഷേ സെയിം മീനിങ് ആയിരിക്കും, സിൻറ്റാക്സ് ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ സിമാൻറ്റിക് മീനിങ്, ഇപ്പോൾ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മീനിങ് വ്യത്യാസം വരുന്നത്, അതുപോലെ വേർഡ് മീനിങ് തന്നെ വ്യത്യാസം വരുന്നത്. അതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇൻഫോർമേഷൻ ബേസിക്സ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് അതിലൊന്നും നിങ്ങൾക്ക് എസ് ആയിട്ട് ചോദിക്കാനായിട്ടൊന്നും അവിടെ കാണാനില്ല കേട്ടോ. പിന്നെ ഒരു ഷോർട്ട് ആൻസർ വരാൻ ചാൻസ് ഉള്ള ഒരു സംഭവം ഇവിടെ ഉണ്ട്. ഇൻഫോർമേഷൻ എൻട്രോപ്പി പേജ് നമ്പർ 172 വരും. ഇൻഫോർമേഷൻ എൻട്രോപ്പി എന്ന് പറഞ്ഞ സംഭവം പറയുന്നുണ്ട്. അതിൽ 172 രണ്ടാമത്തെ പാരഗ്രാഫിൽ 4ാമത്തെ ലൈനിലേക്ക് വന്നാൽ കാണാം, ദി ആവറേജ് ഇൻഫോർമേഷൻ കണ്ടന്റ് പെർ മെസ്സേജ് റെഫർഡ് ടു ആസ് സോഴ്സ് എൻട്രോപ്പി ഓർ ഇൻഫോർമേഷൻ എൻട്രോപ്പി. അതെന്താണ് സാധനം? ആവറേജ് ഇൻഫോർമേഷൻ കണ്ടന്റ്. അപ്പൊ നമ്മൾ ഇത് എഴുതുന്നില്ലേ, അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നില്ലേ, അല്ലെങ്കിൽ സമ്മറി എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്നില്ലേ, ഒരു ആർട്ടിക്കിളിന്റെ മുകളിൽ നമ്മൾ അബ്സ്ട്രാക്ട് കാണുന്നില്ലേ, അതെന്താ സാധനം? ആ വലിയൊരു ആർട്ടിക്കിളിന്റെ ടോട്ടൽ എന്താണോ, അതിന്റെ തോട്ട് കണ്ടന്റ് എന്താണോ, ഇന്റലക്ച്വൽ പാർട്ട് എന്താണോ, അതാണ് നമ്മൾ അബ്സ്ട്രാക്ട് ആയിട്ട് എഴുതുന്നത്. അപ്പം ഈ ഫുൾ ആർട്ടിക്കിൾ വായിക്കുന്നതിന് പകരം വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദി മെയിൻ കണ്ടന്റ്, മെയിൻ തോട്ട് കണ്ടന്റ് ഓഫ് ആർട്ടിക്കിൾ ഫ്രം ദിസ് അബ്സ്ട്രാക്ട്. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു വലിയൊരു ആർട്ടിക്കിളിന്റെ മെയിൻ തോട്ട് കണ്ടന്റ് എന്താണോ, മെയിൻ മെസ്സേജ് എന്താണോ, അതാണ് ഈ എൻട്രോപ്പി നമ്മൾ പറയുന്നത്. ആ ഇൻഫോർമേഷൻ കണ്ടന്റ് പെർ മെസ്സേജ്. ആ മെസ്സേജ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണോ ഫുള്ളായിട്ടും കൊടുത്തിട്ടുള്ളത്, അതിന്റെ മെയിൻ കണ്ടന്റ് ആയിട്ട് വരുന്ന പാർട്ടിനാണ് നമ്മൾ എൻട്രോപ്പി എന്ന് പറയുന്നത്. ഇൻഫോർമേഷൻ എൻട്രോപ്പി എന്ന് പറയുന്നത് ടെസ്റ്റിലൊക്കെ കാണും, ഓർത്തിരിക്കണം ഇൻഫോർമേഷൻ എൻട്രോപ്പി എന്താണെന്നുള്ളത്. ഇപ്പോൾ ഇന്റർവ്യൂലൊക്കെ ചോദിച്ചാലും പറയാൻ അറിഞ്ഞിരിക്കണം ഒറ്റയടിക്ക്. ആവറേജ് ഇൻഫോർമേഷൻ കണ്ടന്റ് പെർ മെസ്സേജ്. ആവറേജ് ഇൻഫോർമേഷൻ കണ്ടന്റ് പെർ മെസ്സേജ്, അതിനാണ് നമ്മൾ ഇൻഫോർമേഷൻ എൻട്രോപ്പി എന്ന് പറയാം. സംഭവം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പൊ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് കുറേ ഉണ്ടായിരിക്കും, ചിലപ്പോൾ 3-4 പാരഗ്രാഫ് ഒക്കെ ഉണ്ടായിരിക്കാം ആ മെസ്സേജ്. പക്ഷെ അതിലെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ചെറിയ സംഭവം ആയിരിക്കാം. അപ്പൊ നമ്മളൊരു നോവൽ വായിക്കുകയാണെങ്കിലും ഒരു ഷോർട്ട് സ്റ്റോറി വായിക്കുകയാണെങ്കിലൊക്കെ അത് കുറേ ഉണ്ടായിരിക്കാം, പക്ഷെ അതിൽ കാണിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് തീരെ ചെറുതായിരിക്കാം. ആ മെസ്സേജ് എന്താണോ അതാണ് അതിന്റെ വാല്യൂ. ആ ഇൻഫോർമേഷൻ കണ്ടന്റ് എന്താണോ അതാണ് ആ മെസ്സേജിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അതിനനുസരിച്ചാണ് വാല്യൂ തീരുമാനിക്കുന്നത്. അപ്പോൾ ആവറേജ് ഇൻഫോർമേഷൻ കണ്ടന്റ് പെർ മെസ്സേജിനാണ് നമ്മൾ ഇൻഫോർമേഷൻ എൻട്രോപ്പി എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കുക. ചിലപ്പം ഷോർട്ട് ആൻസറിലൊക്കെ ചിലപ്പം ചോദിച്ചേക്കാം. കുറേ ഇക്വേഷൻസും ഒക്കെ അവിടെ കാണിക്കുന്നുണ്ട്, ലോഗ് വെച്ചിട്ടുള്ള കുറേ ഇക്വേഷൻ ഒക്കെ എഴുതിയിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ എക്സാമിനൊന്നും പഠിക്കരുത്. ഇതൊക്കെ ഫിസിക്സുകാരൊക്കെ ഉണ്ടെങ്കിൽ പഠിച്ചോളൂ കേട്ടോ, ഇല്ലാത്തവർ ആ ഭാഗത്തേക്കൊന്നും പോകണ്ട. പിന്നെ ആ ഭാഗത്തൊക്കെ അങ്ങനെ കുറേ സംഭവങ്ങളാണുള്ളത്, അങ്ങോട്ടും നിങ്ങൾ പോകണ്ട. പിന്നെ സിമാൻറ്റിക് സെന്റേർഡ് സ്റ്റഡി, കോണ്ടാക്ട് ഡിപെൻഡന്റ് സ്റ്റഡി, യൂസർ സെന്റേർഡ് സ്റ്റഡി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഒഴിവാക്കാം, വേണ്ട. അപ്പോൾ അതൊന്നും വേണ്ട, അതൊക്കെ എക്സാം കഴിഞ്ഞ് പോയി. പിന്നെ ഡിജിറ്റൽ ഇൻഫർമേഷനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ ഡിജിറ്റൽ ടെക്സ്റ്റ്, ഡിജിറ്റൈസിങ് ഡോക്യുമെന്റ്, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. ഇതിൽക്കൂടെ കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കണം. എന്തെങ്കിലും ചോദിച്ചാൽ ഷോർട്ട് ആൻസറിലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഡിജിറ്റൽ ഫോർമാറ്റുകൾ ഏതൊക്കെയാണ്, ഡിജിറ്റൈസിങ് പ്രോസസ് എന്താണ്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ ടെക്സ്റ്റ്,
ഡിജിറ്റൽ ടെക്സ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഡിജിറ്റൈസിങ് ഡോക്യുമെന്റ് പേജ് നമ്പർ 194 എടുക്കൂ, 193, 194 എടുക്കൂ. അവിടെ കാണാം ഡിജിറ്റൈസിങ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. അതിൽ 2-3 പ്രോസസ്സ് എന്തൊക്കെയാണ് ഡിജിറ്റൈസിങ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള പ്രോസസ്സാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് സ്കാനിങ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലൈബ്രറി ചെല്ലുമ്പോൾ ഇപ്പം എല്ലാ ലൈബ്രറിയിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. മാനുവലായിട്ട് നടക്കുന്നതാണെങ്കിൽ അത് ഡിജിറ്റൽ ലൈബ്രറി ആക്കി തുടങ്ങുകയാണ്. കുറേ പേർ ആക്കി കഴിഞ്ഞു ആക്കി തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡിജിറ്റൈസ് നിലവിലുള്ള പുസ്തകങ്ങളൊക്കെ ഡിജിറ്റൈസ് ചെയ്യണം എന്ന് പറയും. അതിൽ നിന്ന് അവിടെയുള്ള പുസ്തകങ്ങളൊക്കെ കോപ്പി സ്കാൻ ചെയ്തിട്ട് നമ്മൾ ഡിജിറ്റൽ ഫോമിലാക്കി മാറ്റണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ചെറിയൊരു പ്രശ്നം ഉണ്ട് കേട്ടോ, കോപ്പിറൈറ്റ് പ്രോബ്ലംസ് ഉള്ളതാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഡിജിറ്റൽ ഫോമിലേക്ക് മാറ്റാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതില്ലെങ്കിലൊക്കെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ, ഇല്ലാത്തൊക്കെ ആണെങ്കിലേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റാൻ പാടില്ല കേട്ടോ. അത് അറിയില്ല പലർക്കും. അപ്പോൾ നമ്മൾ പറയണം, അത് മറ്റുള്ളവർക്കൊന്നും അറിയുന്നുണ്ടാവില്ല അങ്ങനെ പ്രശ്നം ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ചെയ്യാൻ പോകണമെന്നില്ല, നമ്മൾ ഈ ബുക്സ് തന്നെ എടുത്താൽ മതിയല്ലോ. പിന്നെ നിലവിലുള്ളത് തീരെ ഈ ബുക്ക് അവൈലബിൾ അല്ലാത്തുണ്ടെങ്കിൽ മാത്രം മാറ്റിയാൽ മതി, അത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു തന്നെയല്ലോ. അപ്പോൾ ഫസ്റ്റ് സ്കാനിങ്. അപ്പോൾ നമ്മൾ കയ്യിലുള്ള പ്രിന്റഡ് ഫോർമാറ്റിലുള്ള സംഭവം സ്കാൻ ചെയ്തിട്ട് നമ്മൾ പുതിയ ഫോമിലേക്ക് ഡിജിറ്റൽ ഫോമിലേക്ക് മാറ്റുക ഫസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇമേജ് കംപ്രഷൻ. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റത്തിൽ കാണിക്കുന്നത് ഭയങ്കര സൈസിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യണം. അതാണ് ഇമേജ് കംപ്രഷൻ. നമുക്ക് വേണ്ട രീതിയിലേക്ക് സൈസൊക്കെ കംപ്രസ് ചെയ്തിട്ട് ചെറിയ ഒരു വിസിബിൾ ആയിട്ടുള്ള സൈസിലേക്ക് നമ്മൾ മാറ്റി എടുക്കുന്നതാണ് ഇമേജ് കംപ്രഷൻ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്. പിന്നെ ക്യാരക്ടർ റെക്കഗ്നിഷൻ. പിക്ചർ പല ഫോമാറ്റിലായിരിക്കുമല്ലോ, പിക്ചർ ഫോർമാറ്റിലുള്ളതൊക്കെ നമ്മൾ മാറ്റി നമുക്ക് വായിക്കേണ്ട രീതിയിലേക്ക് ആക്കി മാറ്റണമല്ലോ നമ്മൾ ക്യാരക്ടർ റെക്കഗ്നിഷൻ എന്നുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക എന്താണ് ഡിജിറ്റൈസിങ് പ്രോസസ് എന്നുള്ളത്. അത്രയ്ക്ക് ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുള്ളൂ. പിന്നെ ഡിജിറ്റൽ ഫോർമാറ്റ് ആണ് നിങ്ങൾ അറിയേണ്ടത്. ഇതൊക്കെ ഷോർട്ട് ആൻസറിൽ ചിലപ്പോൾ ചോദിച്ചേക്കും. 202 വരും, പേജ് നമ്പർ 202. ഡിജിറ്റൽ ഫോർമാറ്റിൽ ഡോക്യുമെന്റ് ഫോർമാറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബേസിക് ഫോർമാറ്റ്, പ്രസന്റേഷൻ ഫോർമാറ്റ്, സ്ട്രക്ചേർഡ് ഫോർമാറ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് ഓർത്തിരിക്കണം. അതുപോലെ ഇമേജ് ഫോർമാറ്റ്, ഏതൊക്കെ ഫോർമാറ്റുകളാണുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട് കുറേ പ്രാവശ്യം. ഓഡിയോ ഫോർമാറ്റ്, വീഡിയോ ഫോർമാറ്റ്. ഇവിടെയും പോയിന്റ്സ് ഉള്ളത് കൊണ്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് പഠിക്കാൻ എളുപ്പമുള്ള ഭാഗങ്ങൾ പഠിച്ചു വെക്കുക. ബേസിക് ടെക്സ്റ്റ് ഫോർമാറ്റ്, പ്രസന്റേഷൻ ഫോർമാറ്റ്, സ്ട്രക്ചേർഡ് ഫോർമാറ്റ്, ഇമേജ് ഫോർമാറ്റ്, വീഡിയോ ഫോർമാറ്റ്, ഓഡിയോ ഫോർമാറ്റ്. അത്രേ ആ ചാപ്റ്ററിൻ്റെ അകത്ത് പറയുന്നുള്ളൂ. അതും അവിടെ കഴിഞ്ഞു. ഇനി ആരാ ആൻസിലാണോ സുഖല്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ വിളിച്ചത്? ആരായിരുന്നു? ആൻസിലല്ലേ വിളിച്ചത്? ഇന്ന് എടുക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഇന്ന് എടുക്കേണ്ട, വേറെ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ എടുത്താൽ മതി. ഇന്ന് എടുക്കുന്നുണ്ടോ ആൻസിൽ? കേൾക്കുന്നില്ലേ നിങ്ങള്? കേൾക്കുന്നില്ലേ? ആൻസിൽ ആരോ ഒരാൾ ഇന്നലെ വിളിച്ചിട്ടുണ്ട് സുഖമില്ല എന്നും പറഞ്ഞിട്ട്. അത് ആരാണെന്ന് അറിയുന്നില്ല. ഞാൻ ആൻസിലാണെന്ന് തോന്നുന്നു. അവർക്ക് ഇപ്പൊ എടുക്കാൻ പറ്റുമോ എന്ന് അറിയാൻ. അവരില്ലേ അവിടെ? അങ്ങനെയാണെങ്കിൽ ഇനി ആരാ എടുക്കാൻ? ഇനി ആരാ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ ഒരാൾ എടുക്കൂ. Sir, Ashifa, different perceptions of information society. അല്ല, അത് ഇന്ന് എടുക്കുന്നുണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്. പ്രയാസം ഉണ്ടെങ്കിൽ മറ്റൊരു ക്ലാസ്സിൽ എടുക്കാം. എടുക്കുന്നുണ്ടോ? പറ്റുമോ ഇന്ന് എടുക്കാൻ? കുഴപ്പമില്ല. എന്നാ എടുത്തോളൂ. Okay. So I'll start with my topic. My topic is different perception of information society. So first, let's see what is information society. So the concept of information society emerged during 1970s and throughout the 1980s, and is rapidly gained popularity and currency in its proponent ranging from scholars and academic authors to the popular writers. Now let's see the definition of the information society. So we have two definitions. First one is by Ridroth. That is, information society is a society in which the information rather than material goods has become the chief economic, social and cultural motto. Now the other definition is by Branscombe. So according to him, an information society is a society where the creation, distribution, use and integration and manipulation of information is a significant economic, political and cultural activity. So the aim of information society is to gain a competitive advantage internationally. So through using the information technology in creative and productive way. And ever since 1960s, information society has been one of the key terms
used to describe the world. So now to the main topic, this is the different perceptions of information society. So what are the perceptions which defines the information society? That is we are going to discuss about. So first, Frank Webster, he is the one in his theories of information society, distinguishes at least 5 different definitions for the information society. That is 5 different aspects which I have to discuss while we are talking about the information society. So each of which presents a criteria for defining the new. So the criteria are, we have technological, economic, occupational, spatial, and cultural. So let's see it in detail. So first about the technological perception. I hope I'm still audible. So the technological perception, this is the most common perspective of information society, which mainly lays in emphasis on the technological innovation. So the spectacular technological innovation is the main first technological perception. So here, the development in information technology is the breakthrough in information processing, storage, and transmission have led to an application of information technology in virtually all areas of society. So first thing is the technological perception. It's developed. Hello, am I still audible? ആൻഡ് കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. Okay. So the technological perception is that ടെക്നോളജിയിൽ എത്രത്തോളം വളർച്ച ഉണ്ടോ അത്രത്തോളം സ്ട്രെങ്തൻ ചെയ്യും ഇൻഫർമേഷൻ സൊസൈറ്റി. ടെക്നോളജിക്കൽ പുതിയ ഇന്നോവേഷൻസ് വിച്ച് വിൽ ഓൾവേസ് സ്ട്രെങ്തൻ ദി ഇൻഫർമേഷൻ സൊസൈറ്റി. ദാറ്റ് ഈസ് ദ ഡെവലപ്മെന്റ് ഇൻ ടെക്നോളജി. IT ഏരിയ പോലുള്ള ഏരിയകളിലൊക്കെ എത്രത്തോളം ഇന്നോവേഷൻസ്, പുതിയ കണ്ടുപിടുത്തങ്ങൾ, ഡാറ്റ സ്റ്റോറേജ്, ട്രാൻസ്ഫോർമേഷൻ, അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ കാര്യങ്ങളൊക്കെ എത്രത്തോളം സ്ട്രെങ്തൻ ആവുന്നു അത്രത്തോളം ഇൻഫർമേഷൻ സൊസൈറ്റിന്റെ സ്ട്രെങ്ത് കൂടുകയാണ് ചെയ്യുന്നത്. അതാണ് ടെക്നോളജിക്കൽ പെർസെപ്ഷൻ എന്ന് പറയുന്നത് മെയിൻലി പറയാനുള്ളത്. സോ ദ കമ്പ്യൂട്ടർ ആൻഡ് ടെലികമ്മ്യൂണിക്കേറ്റിംഗ് resulted in a linking of computer and developing of the global network. Also the development of ISDN, that is Integrated Service Digital Network. So this all will provide an infrastructure supporting the information society. In other words, technological perception draws the main attention to the benefit of information technology for a society. But it is alone is unable to provide an adequate foundation for the defining attribute of information society. രണ്ട് കാര്യങ്ങളുണ്ട്. ഇതിനെ പൂർണ്ണമായിട്ട് ഇൻഫർമേഷൻ സൊസൈറ്റിനെ ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. ഒന്നെന്ന് പറയുന്നത് പ്രോബ്ലം ഓഫ് മെഷർമെന്റ് ആണ്. നമ്മൾ ഏത് സ്കെയിലിൽ വെച്ചിട്ടാണ് ഈ ടെക്നോളജീനെ മെഷർ ചെയ്യാന്നുള്ളത് ഇതുവരെ ഡിഫൈൻഡ് ആയിട്ടില്ല. അതുപോലെ വേറൊരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴാണ് ഒരു സൊസൈറ്റി ഈ കാറ്റഗറിയിലേക്ക് നമ്മൾ ഈ ഒരു പെർസെപ്ഷൻ വെച്ചിട്ട് നമ്മൾ എപ്പോഴാണ് ഒരു സൊസൈറ്റിനെ ഇൻഫർമേഷൻ സൊസൈറ്റിയിലേക്ക് ആ ഒരു കാറ്റഗറിയിലേക്ക് എപ്പോഴാണ് വേർതിരിക്കുക എന്നുള്ളത് നമുക്ക് ഈ ഒരു പാരാമീറ്റർ വെച്ച് പറയാൻ പറ്റില്ല. സോ നമുക്ക് വേറെ കുറെ പെർസെപ്ഷൻസ് അങ്ങനെയാണ് വന്നത്. സോ നെക്സ്റ്റ് തിങ് ഇസ് ദി ഇക്കോണമിക് പെർസെപ്ഷൻ. ഇക്കോണമിക് പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ സം ഓതേഴ്സ് സേസ് ദാറ്റ് ഡോമിനന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഫർമേഷൻ സൊസൈറ്റി ഇസ് ദ നേച്ചർ ഓഫ് ഇക്കോണമി. സോ വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് ഇക്കോണമി ഡിഫൈൻസ് ദി സ്റ്റാറ്റസ് ഓഫ് അവർ ഇൻഫർമേഷൻ സൊസൈറ്റി. ലൈക്ക് നമ്മൾ ഡെവലപ്ഡ് ആണോ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ആണോ അല്ല അണ്ടർ ഡെവലപ്പിംഗ് കൺട്രീസ് ആണോ അതിനനുസരിച്ച് നമ്മുടെ ഇക്കോണമിന്റെ സ്ട്രെങ്ത് അനുസരിച്ച് ഇൻഫർമേഷൻ സൊസൈറ്റി സ്ട്രെങ്ത് ഉണ്ടായിരിക്കും. സോ ഇപ്പൊ ലൈക്ക് ആഫ്രിക്ക പോലുള്ള അണ്ടർ ഡെവലപ്പിംഗ് കൺട്രീസിലാണെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ എത്താത്ത ഇപ്പോഴും റിമോട്ട് ഏരിയാസ് ഉണ്ട്. സോ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നമ്മുടെ ഇക്കോണമിക് പെർസെപ്ഷനും ഈ ഇൻഫർമേഷൻ സൊസൈറ്റിന്റെ ഡെവലപ്മെന്റിൽ ഒരു ഡിഫൈനിങ് ഫീച്ചർ ആണ്. So MacLab in 1962 initiated this research. His research on society, his research and the society of nature of its economy. He analyzed the growth of the knowledge in sector in US. That's how he analyzed the economic perception. He made an analysis that the knowledge industries like education system, media, libraries, and other information activities and research institutes mainly contributed 40% of the gross national product about early 1960s US, which grown considerably higher than the industrial sectors. In the early 1960s in the US, about 40% of the GNP was contributed by this
ഇൻഫർമേഷൻ സെക്ടറിന് അലോൺ 40% GNP കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് പറയുന്നത് മാക്ലബ് പറയുന്നത് വെച്ചാൽ ഹി കൺക്ലൂഡഡ് ദാറ്റ് ദ നോളജ് ഇൻഡസ്ട്രീസ് വിൽ സൂൺ ഔട്ട്പേസ് ദി ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. അതായത് നമ്മുടെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ഇൻഫർമേഷൻ സെക്ടർ സൂൺ ഔട്ട്പേസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇൻഫർമേഷൻ സൊസൈറ്റിന്ന് അത്രയും നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. സോ അതാണ് ഇക്കോണമിക് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഇക്കോണമിക് പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ ഇൻഫർമേഷൻ സൊസൈറ്റിയിൽ വലിയൊരു ഡിഫൈനിങ് ഫീച്ചർ ആണ് അത്. ഈ ഇൻഫർമേഷൻ സെക്ടറിൽ നമ്മൾ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു GNP ഇൻക്രീസ് ചെയ്യാനുള്ള വഴിയുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ബാക്കിയുള്ള ഇൻഡസ്ട്രീസിനെ സൂൺ ഈ നോളജ് സൊസൈറ്റി ഔട്ട്പേസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇപ്പം ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ്. എല്ലാതും ഈ സെക്ടറിലാണ് കൂടുതൽ ആൾക്കാരുള്ളത്. സോഷ്യൽ മീഡിയ കാര്യങ്ങളാണെങ്കിലും ഇൻഫർമേഷൻ സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നത്. ഒരു ഡിജിറ്റലൈസ്ഡ് വേൾഡ് ആകുമ്പോൾ അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. സോ അപ്പം ഇതും ഒരു കംപ്ലീറ്റ് ഡിഫൈനിങ് ഫീച്ചർ ആയിട്ടില്ല. നമുക്ക് അടുത്ത പെർസെപ്ഷൻ നോക്കാം. This is the occupational perception. So it's another popular measure for the information society is the occupational changes. അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്പർ ഓഫ് പീപ്പിൾ ഹു ആർ എംപ്ലോയിഡ് ഇൻ ഓക്യുപ്പേഷൻ സച്ച് ആസ് ടീച്ചിങ്, റിസർച്ചസ് ആൻഡ് ക്രിയേറ്റീവ് ഇൻഡസ്ട്രീസ് ഓൾസോ ഔട്ട് നമ്പേഴ്സ് ദോസ് ഇൻ ഫാക്ടറീസ്. സോ ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരു ഇൻഫർമേഷൻ സൊസൈറ്റിയിൽ number of people who are employed in knowledge sectors like knowledge industries, teaching ആണെങ്കിലും റിസർച്ച് ആണെങ്കിലും ക്രിയേറ്റീവ് ഇൻഡസ്ട്രീസ് ലൈക്ക് സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ, കാർട്ടൂണിങ് കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ വിൽ സൂൺ ഓർ ഓൾറെഡി ഔട്ട് നമ്പേഴ്സ് ദോസ് ഇൻ ഫാക്ടറീസ്. അതർ കൈൻഡ് ഓഫ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇവർ ഔട്ട് നമ്പേഴ്സ് ചെയ്യുന്നുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് ഒക്യുപേഷണൽ പെർസെപ്ഷൻ. അപ്പൊ അങ്ങനെ ഒരു ഇൻഫർമേഷൻ സൊസൈറ്റി ആണെങ്കിൽ അതിലുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ എംപ്ലോയിഡ് ആയിട്ടിരിക്കുന്നത് ഈ നോളജ് ഇൻഡസ്ട്രീസിലായിരിക്കും. പിന്നെ പറയുന്നത് 1960s തന്നെ ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദ US ലേബേഴ്സ് ഫോഴ്സസ് വാസ് ഫൗണ്ട് ഇൻ ദി ഇൻഫർമേഷൻ സെക്ടേഴ്സ്. ഏർലി 1960s തന്നെ US ഇൻഫർമേഷൻ സെക്ടറിൽ ആണ് ഹാഫ് ഓഫ് ദി US ലേബേഴ്സും ഉണ്ടായിരുന്നത്. ഇൻ അതർ വേർഡ്സ് ഷിഫ്റ്റ് ഓഫ് ദി ഒക്യുപ്പേഷൻ ഹീസ് അറ്റ് ദി ഹാർട്ട് ഓഫ് തിയറി ഓഫ് ഇൻഫർമേഷൻ സൊസൈറ്റി. സോ ഒക്യുപ്പേഷണൽ പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്. So now let's see the other perception, that is the fourth one, that is the spatial perception. So spatial perception, here is a major emphasis on the information network that connects the location and management of time and space. ഇപ്പൊ നമുക്കറിയാം എത്രത്തോളം ഇന്റർനാഷണൽ ആണെങ്കിലും നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് എത്ര ദൂരം വരെയുള്ള ആൾക്കാരെ വരെയും കോണ്ടാക്ട് ചെയ്യാം. അപ്പം ടൈമും സ്പേസും തമ്മിൽ പെട്ടെന്നുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇൻഫർമേഷൻ സൊസൈറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. So here is a major emphasis on the information network that connects the locations. In consequence, it have a dramatic effect on the organization of time and space. And this aspect has become popular index of information society in recent years. It's only become popular in recent years. Here the information technologies നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ കമ്പ്യൂട്ടറും കമ്മ്യൂണിക്കേഷൻസും ഇൻഫർമേഷൻസ് പ്രൊസീഡ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുമാണ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ന് പറയുന്നത് ഹാൻഡിൽ ചെയ്യാനാണ്. ഇൻഫർമേഷൻ ഹാൻഡിൽ ഓൺ ആൻ അൺപ്രസന്റഡ് സ്കെയിൽ ടു ഫെസിലിറ്റേറ്റ് ദി ഇൻസ്റ്റന്റേനിയസ് ആൻഡ് റിയൽ ടൈം ട്രേഡിംഗ് ആൻഡ് ടു മോണിറ്റർ ദി ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ അഫയേഴ്സ് ഓൺ എ ഗ്ലോബൽ സ്റ്റേജ്. അതായത് നമുക്ക് ഇന്റർ കമ്മ്യൂണിക്കേഷൻസ് ഒന്നുകൂടി എളുപ്പമാക്കിയത് ഈ സ്പേഷ്യൽ പെർസെപ്ഷൻ വന്നതോടെയാണ്. So the centrality of information linking the network together between towns, regions, nation, continent and entire world is important consideration in the spatial world. And this leads to this lead in the emerging network society where the information is circulated on an electronic highway. So information is being circulated on an electronic highway. This is an important in the development of information society. ഒരു ഇൻഫർമേഷൻ സൊസൈറ്റിയിൽ എത്രത്തോളം കാര്യങ്ങൾ ഈസി ആയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിങ് ആണ്. So last thing is a cultural perception. So about cultural perception, നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ സൊസൈറ്റിയിലാണ് എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. So we are living in a social media laden society and information are more penetrative than earlier times. പണ്ടത്തെ പോലെയല്ല, ഇപ്പം അറിവുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് എവിടെങ്കിലും ഒരു ഫയർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം ഒരു എയർപോർട്ടിൽ കുറച്ചു കാലം മുമ്പുള്ള ഫയറൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടേക്ക് ആൾക്കാർ എത്താനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മെയിൻലി സോഷ്യൽ മീഡിയ ആണ്. അതായത് ഇൻഫർമേഷൻസ് നമ്മള് ഫിംഗർ ടിപ്പിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കൾച്ചറിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ
സ്റ്റൈലും കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ഇപ്പം ഫുഡിന്റെ കാര്യമാണെങ്കിലും ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും ഹെയർ സ്റ്റൈൽ ആണെങ്കിലും എന്താണെങ്കിലും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതിന് അത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട്. സോ കൾച്ചറൽ പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ പണ്ടുള്ള ഒരു കൾച്ചറിലല്ല, ഇപ്പൊ എല്ലാവരും മോർ ഹെവിലി ഇൻഫർമേഷൻ ലീഡൻ ആയിട്ടുള്ള കൾച്ചറിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ വെബ്സ്റ്റർ സ്റ്റേറ്റഡ് ദാറ്റ് contemporary culture is more heavily information laden than earlier, like the clothes we wear, style of our hair, face, fooding, etc. It requires a greater degree of informational content to be aware than before. So that's all about the cultural perceptions. So these 5 perceptions defines the information society. ഈ 5 പെർസെപ്ഷൻസ് ആണ്, 5 ആസ്പെക്ട്സ് ആണ് നമ്മുടെ ഇൻഫർമേഷൻ സൊസൈറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അലോൺ ഒരു പെർസെപ്ഷനും കംപ്ലീറ്റ് ഡെഫിനിഷന് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ 5 പെർസെപ്ഷൻസ് വെച്ചിട്ട് നമ്മൾ ഇൻഫർമേഷൻ സൊസൈറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ ടോപ്പിക്. താങ്ക് യു. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇഫ് ദർ ഇസ് എനി മിസ്റ്റേക്സ് can you please? ഓക്കെ, ഇതില് ഇൻഫർമേഷൻ സൊസൈറ്റി എന്നുള്ളതൊരു കോൺസെപ്റ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു സൊസൈറ്റി എപ്പോഴാണ് ഒരു ഇൻഫർമേഷൻ സൊസൈറ്റി ആവുക, അതിനെന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ഫസ്റ്റ് ഇൻഫർമേഷൻ സൊസൈറ്റി എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളതാണ് നിങ്ങൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്. അതിൽ ഒരു 3-4 പേര് പറഞ്ഞിട്ടുണ്ട് ഡെഫിനിഷൻ. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇൻഫർമേഷൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എ സൊസൈറ്റി ഇൻ വിച്ച് the major driving force of society is information. Major driving force of society is information. അല്ലെങ്കിൽ major part of society is engaged in information related activities. Economic activities of society is based on information. അതിനാണ് നമ്മൾ ഇൻഫർമേഷൻ സൊസൈറ്റി എന്ന് പറയാം. All activities are centered around information possessed by them. ഇതൊക്കെയാണ് ഇൻഫർമേഷൻ സൊസൈറ്റി എന്താണെന്നുള്ളത് നമ്മൾ പറയാം. ഏതാണ്ട് നിങ്ങൾ പിടികിട്ടിട്ടുണ്ടാവും 3-4 സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ. അതിൽ പേജ് നമ്പർ 326 ബ്രാൻസ്കോംബിന്റെ ഒരു ഡെഫിനിഷൻ പറയുന്നത് അത് ഈസിയാണ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ. എ സൊസൈറ്റി where the majority of people are engaged in creating, gathering, storage, processing or distribution of information. അത് majority of people are engaged in information related activities. അതാണ് ക്രിയേറ്റിംഗ്, ഗാദറിംഗ്, സ്റ്റോറേജ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ എക്കണോമിക് ആക്ടിവിറ്റീസ് ഫുള്ളായിട്ടും ബേസ്ഡ് ഓൺ ഇൻഫർമേഷൻ ആയിരിക്കും. എന്നുവെച്ചാൽ നേരത്തെ വരുന്ന ഒരു അഗ്രികൾച്ചറൽ ബേസ്ഡ് എന്നൊക്കെ മാറിയിട്ട് ഇൻഡസ്ട്രിയൽ ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, എക്കണോമിക് ആക്ടിവിറ്റീസ് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. കുറച്ച് വായിച്ച് മനസ്സിലാക്കിയാലേ എനിക്ക് പിടികിട്ടത് എന്താ സംഭവം എന്നുള്ളത്. ഒരു ഡെഫിനിഷൻ 1-2 നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ പറയുന്ന ഈ ആസ്പെക്ട് ഇൻഫർമേഷൻ പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആസ്പെക്ട് എക്സ്പ്ലെയിൻ ദി ഇൻഫർമേഷൻ സൊസൈറ്റി ഡിഫറെന്റ് ആസ്പെക്ട്. അതാണ് ഈ പെർസെപ്ഷൻ ഓഫ് ഇൻഫർമേഷൻ സൊസൈറ്റി എന്ന് പറയുന്നത്. പല ആംഗിളിൽ നോക്കുമ്പോൾ എന്താണ് ഇൻഫർമേഷൻ സൊസൈറ്റി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതിൽ ടെക്നോളജിക്കൽ പെർസെപ്ഷൻ, ടെക്നോളജിക്കൽ സിറ്റുവേഷൻ ഓഫ് ഇൻഫർമേഷൻ സൊസൈറ്റി അതെന്താണ്, ടെക്നോളജിക്കലി ഹൗ ക്യാൻ ഡിഫൈൻ ദി ഇൻഫർമേഷൻ സൊസൈറ്റി, അതാണ് ഈ ടെക്നോളജിക്കൽ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ടെക്നോളജിക്കലി ഡിഫൈനിങ് ദി സൊസൈറ്റി, അതാണ് ടെക്നോളജിക്കൽ പെർസെപ്ഷൻ. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്യാൻ വേണമെങ്കിൽ ആ ടെക്നോളജിക്കൽ പെർസെപ്ഷൻ എന്നുള്ളതിൽ ഒരു 4-5 ലൈൻ വന്നാൽ കാണാം. ഇൻഫർമേഷൻ ടെക്നോളജി ഓക്യുപ്പൈസ് എ സെൻട്രൽ റോൾ ഇൻ ഓൾ ലിറ്ററേച്ചർ ഓൺ ഇൻഫർമേഷൻ സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. പിന്നെ അതിന്റെ താഴത്തെ ഫസ്റ്റ് പാരഗ്രാഫ് കൺവേർജൻസ് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ റിസൾട്ടഡ് ഇൻ ദ ലിങ്കിങ് ഓഫ് കമ്പ്യൂട്ടർ ഇനേബിളിംഗ് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഗ്ലോബൽ നെറ്റ്വർക്ക്. ഒരു ഗ്ലോബൽ നെറ്റ്വർക്കും ഒക്കെ ഉണ്ടായിരിക്കണം ഈ ഇൻഫർമേഷൻ സൊസൈറ്റി ആവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിൽ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിരിക്കും. ഇൻഫർമേഷൻ സൊസൈറ്റി എന്ന് പറയുന്നത് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിരിക്കണം. അങ്ങനെയുള്ള സൊസൈറ്റി ആണെങ്കിൽ നമ്മൾ ഇൻഫർമേഷൻ സൊസൈറ്റി എന്ന് പറയൂ. അതാണ് കേട്ടോ. അതെല്ലാം അതിൽ ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. റാപ്പിഡ് ഗ്രോത്ത് ഓഫ് ഇന്റർനെറ്റ് കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി, പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഉള്ള സൊസൈറ്റിക്കാണ് നമ്മൾ ഇൻഫർമേഷൻ സൊസൈറ്റി എന്ന് പറയാം. അതില്ലാത്തതിന് ഇൻഫർമേഷൻ സൊസൈറ്റി എന്ന് പറയാനാവില്ല. പിന്നെ വേറെ കുറെ GII ഒക്കെ പറഞ്ഞിട്ട് കുറെ സംഭവങ്ങൾ ഗ്ലോബൽ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ബുക്കിനകത്ത്. അതുപോലെ NEIS നെറ്റ്വർക്ക് ഇലക്ട്രോണിക് ഇൻഫർമേഷൻ സൊസൈറ്റി പറയുന്നുണ്ട്. ഈച്ച് മെമ്പർ ഓഫ് എ സൊസൈറ്റി ഈസ് കണക്റ്റഡ് ടു എനി ഇലക്ട്രോണിക് ഫോം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൺസെപ്റ്റ് ഒക്കെ ബുക്കിനകത്ത് പറയുന്നുണ്ട്. ഇലക്ട്രോണിക് നെറ്റ്വർക്ക് എല്ലാ മെമ്പേഴ്സും ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് നെറ്റ്വർക്കിലെങ്കിലും മെമ്പർ ആയിരിക്കും ഈ ഇൻഫർമേഷൻ സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ.
അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം ഏതാണ് ഇൻഫോർമേഷൻ സൊസൈറ്റി എന്നുള്ളത്. നമ്മളൊക്കെ ഇന്ത്യൻ ഒക്കെ ഇപ്പോൾ ഏതാണ്ട് അങ്ങോട്ട് എത്തി തുടങ്ങുന്നതല്ലോ. അത് ഡെവലപ്പിംഗ് കൺട്രീസ് ഒക്കെ മിക്കവാറും ഇങ്ങനെ ആയിരിക്കാം, ഇൻഫോർമേഷൻ സൊസൈറ്റി എന്നുള്ള നിലയിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കാം. എന്നാലും ഫുള്ളൊന്നും ആയിട്ടുണ്ടാവില്ല, ഫുള്ളായിട്ട് നമുക്ക് പറയാനാവില്ല, പക്ഷെ അങ്ങോട്ടേക്ക് എത്തണം എന്നാണ് പറയുന്നത് കൺസെപ്റ്റ് കേട്ടോ. അപ്പോൾ ടെക്നോളജിക്കൽ പെർസെപ്ഷൻ, പിന്നെ എക്കണോമിക് പെർസെപ്ഷൻ ബേസ്ഡ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്. എക്സ്പ്ലെയിൻ ദി ഇൻഫോർമേഷൻ സൊസൈറ്റി ബേസ്ഡ് ഓൺ എക്കണോമിക് ഗ്രോത്ത്. എക്കണോമിക്കലി ഡെവലപ്ഡ് ആയിരിക്കണം. അതുപോലെ എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ബേസ്ഡ് ഓൺ ഇൻഫോർമേഷൻ ഓർ നോളജ്, അല്ലെങ്കിൽ നോളജ് ഇൻഡസ്ട്രീസ്. അങ്ങനെയാണ് നമ്മൾ പറയാ, നോളജ് ഇൻഡസ്ട്രീസ് എന്നാണ് പറയാ. ആ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ആ ബുക്കിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾ വായിക്കുക. പിന്നെ ഒക്യുപേഷണൽ പെർസെപ്ഷൻ. ഒക്യുപേഷൻ പെർസെപ്ഷൻ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇപ്പോൾ ഇൻഫോർമേഷൻ സൊസൈറ്റി, ഒക്യുപേഷണൽ സ്ട്രക്ചർ ഓഫ് ഇൻഫോർമേഷൻ സൊസൈറ്റി, അത് ഇൻഫോർമേഷൻ റിലേറ്റഡ് ഒക്യുപേഷൻസ് ആയിരിക്കും എന്നുള്ളതാണ്, അതായിരിക്കണം. ഒക്യുപേഷൻ പെർസെപ്ഷൻ എന്ന് പറയുന്നത് ചേഞ്ചസ് ഇൻ ഒക്യുപേഷൻ സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ നേരത്തെ അഗ്രികൾച്ചറൽ സ്ട്രക്ചറിനൊക്കെ മാറി ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഒക്യുപേഷണൽ സ്ട്രക്ചറിലേക്ക് മാറുക. പിന്നെ അഗ്രികൾച്ചറൽ സ്ട്രക്ചറിൽ കംപ്ലീറ്റ് മാറ്റുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്, അവിടെയും ഇൻഫോർമേഷൻ ബേസിൽ ആക്ടിവിറ്റീസ് ചെയ്യാനാവുമല്ലോ. ഇപ്പൊ അങ്ങനെ തന്നെ ആണല്ലോ ചെയ്യുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ഇൻഫോർമേഷൻ വെച്ചിട്ടാണ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ആണെങ്കിലും നടത്തുന്നത്. അതും ഒരു ഇൻഡസ്ട്രിയൽ ബേസിലേക്ക് വരുന്നുണ്ട്, അല്ലാണ്ട് നേരത്തെയുള്ള നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന രീതി അല്ല. അതുകൊണ്ട് ഒട്ടും അഗ്രികൾച്ചറൽ അല്ല ഇൻഫോർമേഷൻ സൊസൈറ്റി എന്നല്ല അതിന്റെ അർത്ഥം. ഒക്യുപേഷണൽ സ്ട്രക്ചർ ഓർത്തിരിക്കുക. പിന്നെ സ്പേഷ്യൽ പെർസെപ്ഷൻ, അത് സ്പേഷ്യൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടൈം ആൻഡ് സ്പേസ് അത് ഏറ്റവും കുറഞ്ഞു വരണം എന്നുള്ളതാണ് സ്പേഷ്യൽ പെർസെപ്ഷൻ ഇൻഫോർമേഷൻ സൊസൈറ്റി എന്ന് പറയുന്നത്. ഏത് പോയിന്റ്, ഏത് ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിലും നമുക്ക് അവരെ കണക്ട് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് സ്പേഷ്യൽ പെർസെപ്ഷൻ കൊണ്ട് പറയുന്നത്. ഐസൊലേറ്റഡ് ഏരിയ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവാൻ പാടില്ല ഇൻഫോർമേഷൻ സൊസൈറ്റി ആകുമ്പോൾ, അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ കൾച്ചറൽ പെർസെപ്ഷനിൽ ഒരു സ്പെസിഫിക് കൾച്ചർ ഫോർ എ പെർട്ടിക്കുലർ ഏരിയ അങ്ങനൊന്നുമില്ല, ഉണ്ടാവാൻ പാടില്ല. ഒരു ഗ്ലോബൽ കൾച്ചറൽ സിറ്റുവേഷൻ ആയിരിക്കണം ഇൻഫോർമേഷൻ സൊസൈറ്റി ആവുന്ന സമയത്ത്, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഈ പെർസെപ്ഷൻ ഇൻഫോർമേഷൻ സൊസൈറ്റി എന്താണെന്നുള്ളത് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അതിനെപ്പറ്റി എന്തെങ്കിലും ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരിക്കും, ഡിഫൈൻ ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനോ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ പെർസെപ്ഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ് ഇൻഫോർമേഷൻ സൊസൈറ്റി ഏതാണ്ട് നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടായിരിക്കാം. 2-3 പോയിന്റ്സ് മനസ്സിൽ വെച്ചിട്ട് ബാക്കി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇൻഫോർമേഷൻ സൊസൈറ്റി ഇസ് എ സൊസൈറ്റി ഇൻ വിച്ച് ദി മേജർ പീപ്പിൾ ആർ എൻഗേജ്ഡ് ഇൻ ഇൻഫോർമേഷൻ റിലേറ്റഡ് ആക്ടിവിറ്റി. അതാണ് ഒരു കാര്യം നമ്മൾ മെയിനായിട്ടും പറയുന്നത്. അല്ലെങ്കിൽ മേജർ ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് സൊസൈറ്റി ഈസ് ഇൻഫോർമേഷൻ. അങ്ങനെയുള്ള സൊസൈറ്റിയാണ് ഇൻഫോർമേഷൻ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇത് ഓർത്ത് വെക്കുക, എന്നിട്ട് ബാക്കി നിങ്ങൾ എഴുതുക. ഇനി ആരാ എടുക്കാനുള്ളത്? വേഗം എടുക്കൂ, ടൈം അപ്പോൾ തീരും. ഇനി ആരാ എടുക്കാനുള്ളത്? അടുത്ത ആൾ എടുത്തോളൂ. ആഷിഫ, മനുരാജ് ഇവരൊന്നും എടുത്തില്ലല്ലോ. അജിഷ എടുത്തില്ലല്ലോ. ആരെങ്കിലും ഒരാൾ എടുക്കൂ വേഗം, ടൈം പോവാണ്. സർ ആഷിഫയാണ് ഇപ്പൊ പെർസെപ്ഷൻ എടുത്തത്, ഡിഫറെന്റ് പെർസെപ്ഷൻ. ആഷിഫ, ഞാൻ വിചാരിച്ചു ആൻസിലാണ് എടുത്തത്. അല്ലേ, ആഷിഫാണ് എടുത്തത്. ആഷിഫയാണ്. ഇനി എടുക്കാനുള്ളത് ആരാ? എടുത്തോളൂ. വീഡിയോ ഓൺ ആക്കിക്കോളൂ വേണമെങ്കിൽ, ക്ലാസ് എടുക്കുന്ന സമയത്ത് വീഡിയോ വേണമെങ്കിൽ ഓൺ ആക്കിക്കോളൂ. വീഡിയോ ഓഫ് ചെയ്യണമെന്നില്ല കേട്ടോ. ചാർജ് തീരുവോ പെട്ടെന്ന്? ആൻസിൽ എടുക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ എടുക്കാം, ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. പിന്നെ ആരാ? അജിഷ. അജിഷാണോ? ഹലോ, അജിഷ അല്ലേ പറയുന്നത്? എടുക്കുന്നുണ്ടോ ഇപ്പൊ? എടുത്തോളൂ. Now we can discuss the term knowledge economy. First, what is mean by knowledge? In short, we can say that knowledge is weightless and intangible. It can easily travel the world and enlighten
the lives of people everywhere. Knowledge also illuminates every economic transaction, revealing the performance and giving clarity to exchanges and informing the market. And the lack of knowledge that causes market to collapse, to never to come into being. Let us take an example. When some producers began diluting the milk in India, the consumers could not determine its quality before buying it. Here, the overall quality of the milk began to fall down. The producers who did not know before, the producers who did not know, and the consumers, in this case, the consumers are suffered. The term how the term knowledge is related with economy. In simply, we can say that knowledge economy is an economy in which an economy where the information and the knowledge are the prime factors of production. In the case of knowledge economy, it is one which the production, distribution, and the use of knowledge plays a key role throughout the economy. Knowledge economy in the characteristics in the it is shareable and not exchangeable. നമുക്കിത് എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഒന്ന് കൊടുത്തിട്ട് അതിന് പകരം മറ്റൊന്ന് വാങ്ങുക എന്നുള്ള സിസ്റ്റം അല്ല അവിടെ. നമ്മൾ എന്ത് കൊടുക്കുന്നോ കൊടുക്കുമ്പോൾ ആ സാധനം നമ്മുടെ കയ്യിലുണ്ടാവും. ഇത് എക്സ്പാൻഡബിൾ ആണ്. നമ്മൾ നോളജ് എത്രത്തോളം ഉപയോഗിക്കുന്നുവോ അത്രമാത്രം അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് കംപ്രസിബിൾ ആണ്. നമുക്ക് സമ്മറൈസ് ചെയ്യാം വേറൊരു ഫോമിലേക്കാണ്, അതായത് PDF ഫോമിലേക്കൊക്കെ ആക്കി മാറ്റാൻ പറ്റും. കയ്യിലുള്ള നോളജിന് ഒരു അക്കൗണ്ടബിൾ അസറ്റ് ആയിട്ട് ഇതിനെ യൂസ് ചെയ്യാം. ഇതിന് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ഒരു വാല്യൂ ഉണ്ടാവും. പക്ഷെ ആ വാല്യൂന്റെ റെലവൻസ് എത്രത്തോളം ആണെന്ന് പറയാൻ പറ്റില്ല. ഒരു സമയം കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ഇപ്പോഴുണ്ടാവുന്ന ടെക്നോളജി ആയിരിക്കില്ല പുതിയൊരു ടൈം കഴിയുമ്പോൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ സമയം കഴിയുമ്പോൾ ആ ടെക്നോളജിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ നോളജ് എക്കണോമി സോഷ്യൽ ആൻഡ് എക്കണോമിക് പവർ ഉണ്ടാവും. സിംപ്ലി നമുക്ക് നോളജ് എക്കണോമിയുടെ ഡെഫിനിഷൻ നോക്കിയാൽ പറയാം. അതെന്താന്ന് പറയാന്ന് വെച്ചാൽ ഒരു എക്കണോമി an economy where information and knowledge are the prime factors of production ആണ്. നമുക്ക് അതിന്റെ 3 ആസ്പെക്ട്സ് നോക്കാം. Three alternative concepts ഉണ്ട് knowledge economy. The first one is the part of the economy involved in the production and distribution of knowledge. Knowledge economy എന്ന് പറയുന്ന ടേം അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫിറ്റ്സ് മാച്ച്ലഫ് എന്ന് പറയുന്ന ഒരാളാണ്. അയാൾ 1962 US ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അവിടെയുള്ള പ്രൊഡക്ഷനെയും ഡിസ്ട്രിബ്യൂഷനെയും ഒക്കെ പറ്റിയിട്ടാണത്. പിന്നെ അതിൽ സെക്കൻഡ് കോൺസെപ്റ്റ് പറയുന്നത് the part of the economy is composed of knowledge intensive industry. Knowledge intensive industries അത് ഈ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ എക്കണോമിനെ 2 സെക്ടർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നോളജ് ഇന്റൻസീവ് ഇൻഡസ്ട്രീസ് എന്ന് വെച്ചാൽ അവിടെ എംപ്ലോയീസിന് അവർ യൂസ് ചെയ്യുക ഹൈലി
സ്കിൽഡ് പേഴ്സൺസ് ആയിരിക്കും യൂസ് ചെയ്യുക ലേറ്റസ്റ്റ് ടെക്നോളജീസ് ആണ്. പിന്നെ അടുത്ത സെക്ടർ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയിൽ അത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കില്ല. അവര് ട്രഡീഷണൽ പ്രൊഡക്ഷൻ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. Third one, the characterization of an entire economy in which the production, distribution, and the use of knowledge plays a key role throughout the economy. The economics of knowledge are very different than the ordinary goods and services. It can produce economic value not only to its creator. In the നമ്മുടെ സൊസൈറ്റിയിൽ ഈ എക്കണോമിക് നോളജ് എക്കണോമി എന്ന് പറയുന്നത് ലൈബ്രറി ഇൻഫർമേഷൻ സയൻസുമായിട്ട് എങ്ങനെ റിലേറ്റഡ് ആയിട്ടുണ്ട് എന്ന് നോക്കാം. ദ വാല്യൂ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് നോളജ് അത് നമ്മുടെ നാഷന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പുതിയ റിസർച്ചസ്, അതായത് ഇപ്പോഴത്തെ ഒക്കെ കാലത്താണെങ്കിൽ ഓരോരോ ഫീൽഡിലും കുറെ റിസർച്ചുകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ഫീൽഡുകൾ ഫോം ചെയ്യുന്നുണ്ട്. ഇത് ഒരുപാട് നോളജ് വർക്കേഴ്സിന് ഫോം ചെയ്യാനുള്ള കാരണമാവുന്നുണ്ട്. പിന്നെ വേരിയസ് ടൈപ്സ് ഓഫ് ജോബ് മാർക്കറ്റ്സുകൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഗ്ലോബലൈസേഷൻ, അതുപോലെ തന്നെ ഇൻകൊമേഴ്സ്, അതൊക്കെ എന്താന്ന് വെച്ചാല് നമ്മുടെ നാഷൻ എത്രത്തോളം ഡെവലപ്പ് ആയിട്ടുണ്ടോ അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ടെക്നോളജിയിലും മൊത്തത്തിൽ എല്ലാവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന നോളജ് ഷെയറിങ്ങിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് തന്നെയാണ്. ഇൻ ദ പ്രസന്റ് സൊസൈറ്റി, ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന് കുറെ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ആണ് പ്രധാനമായിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അത് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ അല്ല, ടെക്നിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഒരു പ്രോബ്ലം ആണ്. ലൈബ്രറിക്കൊന്നും വേണ്ടത്ര, ലൈബ്രറീസിനും ഇൻഫർമേഷൻ സെന്റേഴ്സിനൊന്നും വേണ്ടത്ര പ്രാധാന്യം, അതായത് അത്രത്തോളം ലൈബ്രറീസ് ഒന്നും ലൈബ്രറീസിന്റെ ഡെവലപ്മെന്റ് ഒന്നും അത്രത്തോളം നടന്നിട്ടില്ല ഇന്ത്യയിൽ. അതുകൊണ്ട് തന്നെ ലെസ് പ്രയോറിറ്റി ആണ്, ഗവൺമെന്റ് ആണെങ്കിൽ തന്നെ ഒരു ലെസ് പ്രയോറിറ്റി ആണ് നമ്മുടെ ലൈബ്രറീസിന് കൊടുക്കുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ മറ്റ് രാഷ്ട്രങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ, മറ്റ് യുഎസിനെ പോലെയുള്ള രാജ്യങ്ങളെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ കാര്യം വളരെ പരിതാപകരമാണ്. നമ്മുടെ ലൈബ്രറീസിന്റെ വളർച്ച അവിടെ അത്രത്തോളം എത്തിയിട്ടില്ല. അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ പിന്നെ അവർക്ക് നോളജ് ഉണ്ട്, പക്ഷെ അവര് ഒരു വിഭാഗം ആൾക്കാർ മാത്രം ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷെ എല്ലാവരുടെ ഇടയിലേക്ക് ഒരു ഈക്വൽ ആയിട്ടുള്ള നോളജ് ഷെയർ ചെയ്യപ്പെടുന്നില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ബേസിക് പ്രോബ്ലം ഡെവലപ്മെന്റ് ഓഫ് നേഷന്റെ. പിന്നെ പണ്ടത്തെ പ്രീവിയസ് സിറ്റുവേഷനെ വെച്ച് നോക്കുകയാണെങ്കിൽ വുമൻസിന്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പൊ ഒരുപാട് സ്ത്രീകൾ ഈ ഒരു മേഖലയിൽ എങ്ങനെയാണെങ്കിലും അവര് നോളജ് അക്വയർ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ തന്നെ വളരെ മുൻപന്തിയിലേക്ക് വരുന്നുണ്ട്. ഇന്ത്യയിലെ പ്രധാനമായിട്ട് ഇന്ത്യന്റെ പിന്നെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിലൊന്നായത് നമ്മളെ പോപ്പുലേഷൻ, പിന്നെ ലിറ്ററസി, പോവർട്ടി, പിന്നെ ഹെൽത്ത് കെയറിലുള്ള പ്രശ്നങ്ങൾ, കറപ്ഷൻ, ഇതൊക്കെ ഓരോ ഫാക്ടറുകളാണ്. ഇന്ത്യയിൽ എത്രത്തോളം ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അവിടെയുള്ള എല്ലാ റിസോഴ്സസിന്റെയും ഡെവലപ്മെന്റ് ആയിരിക്കും.
knowledge economy. Hello, sir. ഓക്കെ, Hello, നോളജ് എക്കണോമിന്റെ കാര്യമാണ് പറഞ്ഞത്. അത് വലിയൊരു ചാപ്റ്റർ ആയിട്ട് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. എക്കണോമി ബേസ്ഡ് ഓൺ നോളജ്, അതാണ് ഉദ്ദേശിച്ചത്. നോളജിന്റെ സ്പേസും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മളെ എക്കണോമിക് സിസ്റ്റം, എക്കണോമിക് സ്ട്രക്ചർ, ഒരു രാജ്യത്തിന്റെ എക്കണോമിക് സ്ട്രക്ചർ നോളജ് ബേസ്ഡ് ആയിട്ട് ആവുന്ന കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ആ ചാപ്റ്ററിൽ ഫുള്ളായിട്ട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊന്ന് വായിക്കുക, ജസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇനിയുണ്ടല്ലോ 2 പേരോ മറ്റോ എടുക്കാൻ ബാക്കിയില്ലേ, അവർ വേഗം എടുത്തോളൂ. ടൈം കഴിയുന്നതിന് മുന്നേ. ഇനി എടുക്കാനുള്ളത് ഫർഹാനാണോ എടുക്കുന്നത്? ഓക്കെ ഓക്കെ. ഏതാ ടോപ്പിക്? എന്താ topic? Impact of information or knowledge on different sectors. അതെ അതെ, എടുത്തോളൂ. Start ചെയ്യട്ടെ? ചെയ്തോളൂ, എടുത്തോളൂ. ഓക്കെ, എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പാക്ട് ഓഫ് ഇൻഫർമേഷൻ ഓർ നോളജ് ഓൺ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ആണ്. So we all know that information or knowledge is one of the most important thing in our modern society. The value of information is increasing day by day. നമ്മുടെ സൊസൈറ്റീൻ്റെ എക്കണോമിക് ഗ്രോത്തിന് അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെൻറ്റിന് ഇൻഫർമേഷൻ അല്ലെങ്കിൽ നോളജ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു മെയിൻ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറാണ് നമുക്കറിയാം. നമ്മുടെ ഡെയിലി ലൈഫിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടി, പല പർപ്പസിന് വേണ്ടി, നീഡ്സിന് വേണ്ടി നമുക്ക് ഇൻഫർമേഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വെദർ ഇറ്റ് ഈസ് ആക്ട് ആസ് എൻ എയ്ഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ്, എല്ലാ പ്രോസസ്സിലും നമ്മുടെ ലൈഫ് പ്രോസസ്സിൽ എല്ലാത്തിലും നമുക്ക് ഇൻഫർമേഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇവിടെ പറയുന്നത് സൊസൈറ്റിയിലെ ഇൻഫർമേഷൻ്റെ ഏതൊക്കെ സെക്ടേഴ്സിൽ ഇൻഫർമേഷൻ എങ്ങനെയൊക്കെ എന്തൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതിൽ IT, അതായത് ഇൻഫർമേഷൻ ടെക്നോളജി എങ്ങനെ ഒരു ഇൻഫ്ലുവൻസിങ് ഏജന്റ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യുന്നു പറയുന്നു. അതിൽ പ്രധാനമായിട്ട് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ള സെക്ടേഴ്സ് പറയുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, മീഡിയ, ഗവൺമെന്റ്, ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി, ലൈഫ് ഓഫ് പീപ്പിൾ. ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിൽ 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആണ്. നമുക്കറിയാം നമ്മുടെ സൊസൈറ്റീൻ്റെ എക്കണോമിക് ഗ്രോത്തിന് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് അത് ഇറ്റ്സ് എൻറ്റയർലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്വാളിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് എഡ്യൂക്കേഷണൽ പ്രോഗ്രസ്. നമുക്കറിയാം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അക്വയറിംഗ് ജനറൽ ആൻഡ് സ്പെഷ്യലൈസ്ഡ് നോളജ് ത്രൂ ദ സ്റ്റഡി ആൻഡ് ലേണിംഗ്. നമ്മുടെ ലൈഫിൽ നമുക്ക് അതായത് നമ്മുടെ ലൈഫിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ലൈഫ് ലോങ് പ്രോസസ് ആണ്. അത് നെവർ എൻഡിങ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ അതായത് നമ്മുടെ ഒരു സാർ ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. എന്താ പ്രശ്നം? ഒന്നില്ല കേൾക്കുന്നുണ്ട്. അതായത് ഒരാളുടെ ഏജ് അല്ലെങ്കിൽ ഒരു ടൈം, അതൊന്നും എഡ്യൂക്കേഷന് ഒരു റെസ്ട്രിക്റ്റിംഗ് ഫാക്ടർ ആയിട്ട് നമ്മൾ പറയുന്നില്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ എഡ്യൂക്കേഷൻ ഇപ്പോഴും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പല സ്റ്റേജസിലേക്ക്, പ്രൈമറി ലെവൽ അല്ലെങ്കിൽ ഓരോ ലെവലിൽ നമുക്ക് എഡ്യൂക്കേഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. Educational learning components include curriculum design and development for various levels, teaching expertise, teaching methodologies, അങ്ങനെ ഒരുപാട് കോമ്പണൻസ് ഉണ്ട് എഡ്യൂക്കേഷന്. ഇവിടേക്ക് IT എന്ന് പറയുന്ന ഒരു മേജർ ഇൻഫ്ലുവൻസിങ് ഫാക്ടറായിട്ട് IT വരുന്നുണ്ട്. നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു ഡിജിറ്റൽ ഏരിയയിൽ ഡിജിറ്റൽ ഏരിയയിൽ ഈ എഡ്യൂക്കേഷനൊക്കെ എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് നമുക്കറിയാം. അതായത് ഇന്റർനെറ്റ് ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇപ്പം നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള കോഴ്സ് പഠിക്കാനുള്ള അവസരം നമുക്കുണ്ട്. അതായത് ഇപ്പോൾ MOOC പോലെ മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ്, അതായത് സ്വയം, അതേപോലത്തെ ഓൺലൈൻ പോർട്ടൽസ് വഴി നമുക്ക് എഡ്യൂക്കേഷൻ ലഭിക്കുന്നുണ്ട്. പിന്നെ
ഇതിലൂടെയൊക്കെ നമുക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ അവർക്ക് നമുക്ക് കോഴ്സ് റിലേറ്റഡ് ആയിട്ട് സമാധാനത്തിൽ പറഞ്ഞോളൂ, എന്തിനാ പേടിക്കുന്നത്? ഓക്കെ, പേടില്ല. സമാധാനത്തിൽ പറഞ്ഞാൽ മതി കേട്ടോ, പേടിക്കണ്ട. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ അവർ പ്രിപ്പയർ ചെയ്ത നോട്ട്സ് നമുക്ക് ഇന്റർനെറ്റ് വഴി അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലൈക്ക് ഇമെയിൽ വഴി, ചാറ്റ് സെഷൻ വഴി, വീഡിയോ കോൺഫറൻസ് വഴിയൊക്കെ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഇഗ്നോ പോലത്തെ. ഇതൊക്കെയാണ് എഡ്യൂക്കേഷനിൽ എങ്ങനെയൊക്കെയാണ് ഇൻഫർമേഷൻ ഇമ്പാക്റ്റ് വരുന്നതെന്ന്. അതിന് അടുത്തത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. നമുക്കറിയാം, റിസർച്ച് എന്ന് പറയുന്ന ഒരു നെവർ എൻഡിങ് പ്രോസസ്സാണ്. അതായത് നമ്മുടെ നോളജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രോസസ്സാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് സൊസൈറ്റീൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എൻ ഹൈലി ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി വിച്ച് ക്രിയേറ്റ് എ ലാർജ് മാസ് ഓഫ് ന്യൂ ഇൻഫർമേഷൻ. പിന്നെ ഗവൺമെന്റ്സും അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഡസ്ട്രീസ് ഒക്കെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് പ്രോഫിറ്റിന് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റീൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാവാം. അതേപോലെ തന്നെ ഐ.ടിൻ്റെ ഇമ്പാക്റ്റ് ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലും ഐ.ടിക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ലൈക്ക് നമുക്ക് ഉള്ള ഇൻഫർമേഷൻ ഈസിലി ആക്സസിബിൾ ആവാൻ ഐ.ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ റിസർച്ചേഴ്സിന് അവരുടെ സ്പെഷ്യലൈസ്ഡ് ഏരിയാസിലുള്ള ഇൻഫർമേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഐ.ടി ഒരു ഏജന്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അടുത്തത് പറയുന്നത് മീഡിയ ആണ്. നമുക്കറിയാം, നമ്മുടെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈവൻറ്റ്സ് ഒക്കെ നമ്മൾ അറിയുന്നത്, എവറിഡേ ലൈഫിലെ എല്ലാ ഇവൻറ്റ്സും നമ്മൾ അറിയുന്നത് മീഡിയാസിൽ കൂടിയാണ്. മീഡിയാസ് പ്രിന്റ് മീഡിയ ഉണ്ട്, നോൺ പ്രിന്റ് മീഡിയ ഉണ്ട്. അതിൽ മെയിനായിട്ട് പറയുന്നത് ന്യൂസ് പേപ്പേഴ്സാണ് പ്രിന്റ് മീഡിയയിൽ മെയിനായിട്ട് പറയുന്നത്. അവിടെയും ഐ.ടിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ന്യൂസ് കളക്ഷന്, പ്രസന്റേഷന്, എഡിറ്റിങ്, പ്രൊഡക്ഷന്, ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ എല്ലാത്തിലും ഐ.ടി ഒരു മേജറായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇന്റർനെറ്റിലെ വെബ്സൈറ്റ്സ് കൂടിയും ന്യൂസൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ നോൺ പ്രിന്റ് മീഡിയാസ് പറയുകയാണെങ്കിൽ ടി വി, റേഡിയോസ്, അഡ്വർടൈസ്മെന്റ്, അതൊക്കെ നമ്മുടെ സൊസൈറ്റിയിലെ സൊസൈറ്റിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ശരിക്കും മീഡിയാസ് നമ്മുടെ ഒരു ലൈഫ് കൾച്ചർ തന്നെ, ഒരു പുതിയ ലൈഫ് കൾച്ചർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതാണ് മീഡിയാസിൽ വരുന്നത്. അടുത്തത് ഗവൺമെന്റ് ആണ്. നമുക്കറിയാം, ഗവൺമെന്റ് പറയുന്നത് നമ്മുടെ കൺട്രിയിലെ ഏറ്റവും ലാർജസ്റ്റ് ആൻഡ് ബിഗ്ഗസ്റ്റ് ജനറേറ്റേഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആണ്, ആൻഡ് ഓൾസോ ലാർജസ്റ്റ് കൺസ്യൂമേഴ്സ് ഓഫ് ഇൻഫർമേഷൻ. നമ്മുടെ സൊസൈറ്റിയിലെ എന്തൊരു ആക്ടിവിറ്റിയിലും ഗവൺമെന്റിന് ഒരു പങ്കുണ്ട്, ഗവൺമെന്റിന്റെ കൺട്രോൾ അതിലുണ്ട്. അതേപോലെ ഗവൺമെന്റ് കോളേജ് ഓർഗനൈസ് ഡിസമിനേറ്റ്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഓൺ ഓൾ ആക്ടിവിറ്റീസ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സസ് ഫോർ ദ പ്ലാനിങ്, ലേറ്റർ ഇംപ്ലിമെന്റേഷൻ ആൻഡ് എക്സിക്യൂഷൻ. അവിടെയും ഐ.ടിക്ക് നമുക്ക് ഓൺലൈനിൽ കൂടി എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് ഇൻഫർമേഷൻ അറിയാനുള്ള സംവിധാനങ്ങളുണ്ട്. അതേപോലെ ഇ ഗവേണൻസ് ഒക്കെ പോലെയുള്ള സംവിധാനങ്ങൾ ഒരു കോമൺ മാനിന് പാർട്ടിസിപ്പേഷൻ കൊടുക്കുന്നുണ്ട്. അടുത്തത് പറയുന്നത് ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി ആണ്. അവിടെയും ഇൻഫർമേഷൻ വലിയ രീതിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് പ്രൊഡക്ഷൻ്റെ ഇതിൽ മാനുഫാക്ചറിങ്, പ്രോസസ്സിങ്, എന്തൊക്കെ പ്രൊഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുക, അതൊക്കെ ഇൻഫർമേഷൻ, അതൊക്കെ അതേപോലെ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി ആണ് ഫസ്റ്റ് ഒരു ടെക്നിക്ക് കൊണ്ടുവന്നത്, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞ ടെക്നിക്ക്. അതായത് മാനേജേഴ്സിന് ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ നോളജ് മാനേജ്മെന്റ് ഒക്കെ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിക്ക് നമ്മുടെ സൊസൈറ്റിയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അവർക്ക് മാർക്കറ്റിനെ പറ്റി, കോമ്പറ്റീറ്റേഴ്സിനെ പറ്റി, കസ്റ്റമേഴ്സിനെ പറ്റിയൊക്കെ ഇൻഫർമേഷൻ ആവശ്യമാണ്. അപ്പോൾ
അതാണ് ഈ സെക്ഷനിൽ പറയുന്നത്. അടുത്ത ഡെയിലി ലൈഫ് ഓഫ് പീപ്പിൾ ആണ്. നമുക്കറിയാം നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തൊക്കെ ആവശ്യത്തിന് നമുക്ക് ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ടെന്ന്. ലൈക്ക് ഒരുപാട് സോഴ്സസ് കൂടി നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് അബൌട്ട് പല കാര്യത്തിനും. ഫുഡാണ്, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, എൻ്റർടൈൻമെൻറ്റ്, ട്രാവൽ, സോഷ്യൽ സെക്യൂരിറ്റി, എല്ലാത്തിനും നമുക്ക് എല്ലാ ഇൻഫർമേഷനും നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഗൂഗിൾ അതുപോലത്തെ വെബ് പേജസിനാണ് ഇൻഫർമേഷന് വേണ്ടി നമ്മൾ ആശ്രയിക്കുന്നത്. സോ ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞത് ഇൻഫർമേഷൻ നോളജ് ഇന്നത്തെ ആർ കൺസിഡർ ആസ് ദ സോഷ്യൽ വെൽത്ത് എന്ന്. അതിൻ്റെ 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 ബെനിഫിറ്റ് അത് അയ്യോ അതിന് സൊസൈറ്റിയിലെ ഡിഫറെൻറ്റ് സെക്ഷൻസിൽ എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ IT ഇൻഫർമേഷൻ ടെക്നോളജി എങ്ങനെ ഒരു ഇൻഫ്ലുവൻസിങ് ഏജൻ്റായിട്ട് അല്ലെങ്കിൽ ഒരു ചേഞ്ചിങ് ഏജൻ്റായിട്ട് IT എങ്ങനെ ആക്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ 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 എന്തിനാ അങ്ങനെ ബേജാറാവുന്നത്? നിങ്ങൾ ഒന്നുമില്ല. കാര്യങ്ങൾ, ആ ടോപ്പിക് എന്താണെന്നുള്ള കണ്ടന്റ് ഒന്ന് കൃത്യമായിട്ട് പറയണം, അത്രേ ഉള്ളൂ. അതൊന്ന് പറഞ്ഞ് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് പറയണം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇത്രയും കൂടുതൽ കാര്യം ആ കോർ കണ്ടന്റ് മാത്രം പറഞ്ഞാൽ മതി. അല്ലാണ്ട് കുറേ വിശദീകരിക്കണം എന്നൊന്നുമില്ല. അതെന്താന്നുള്ള ഒന്ന് ജസ്റ്റ് പറയാ, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. പറഞ്ഞ് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിലൊന്ന് പറയാം. അങ്ങനാണെങ്കിൽ ഡയറക്റ്റ് ക്ലാസ്സിൽ എടുക്കുന്നെങ്കിൽ എന്തായാലും കഥ. ഇതിപ്പോ ഓൺലൈനായിട്ട് ഇങ്ങനെ പേടിക്കാനൊന്നുമില്ല. ഇനിയിപ്പോ 2-3 ഇനിയും നമുക്ക് എടുക്കാനുണ്ട് കേട്ടോ. 2-3 പേപ്പറിൽ ഇനി എടുക്കാനുണ്ട്. അതിനൊന്നും ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട. ടോപ്പിക് എന്താന്നുള്ളത് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. ഇത് ഇപ്പൊ IT ഇമ്പാക്ട് ഓഫ് IT ഓൺ ഡിഫറെന്റ് സെക്ടേഴ്സ് ആണ്. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഏതൊക്കെ ഫീൽഡിൽ ഇപ്പൊ 4 ഫീൽഡ് പറഞ്ഞല്ലോ: റിസർച്ച്, എഡ്യൂക്കേഷൻ, റിസർച്ച്, മീഡിയ, ഗവൺമെന്റ്, ഡെയിലി ലൈഫ് ഓഫ് പീപ്പിൾ എന്നൊക്കെ പറയുന്ന പോയിന്റ്സ് നമുക്ക് എഴുതാനുണ്ട്. അതുകൊണ്ട് അത് അത്രയും പോയിന്റ്സ് ഒന്ന് ഓർത്തിരിക്കുക. ഓരോന്നിലും എന്താണ് ഇമ്പാക്ട് എന്താണെന്ന് സ്വന്തമായിട്ട് അറിയുന്ന കാര്യങ്ങളല്ലേ, അത് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മാത്രം മതിയാവും കേട്ടോ. അപ്പൊ അത് മറന്നു പോവരുത്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന, എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിതും. അതും ഓർത്തിരിക്കണം നിങ്ങൾ കേട്ടോ. ഇനി ആരാണ് ബാക്കി ഇനി എടുക്കാനുള്ളത്? ആരാ? മനുരാജ് വാസുദേവൻ എന്ന് പറഞ്ഞ ഒരാളെ കാണുന്നുണ്ടല്ലോ. സാറേ ഞാൻ പ്രിപ്പയർഡ് അല്ല. എന്തുപറ്റി? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായില്ല. ഓ, എന്നാ പിന്നെ അടുത്ത ക്ലാസ്സിൽ എന്തായാലും എടുക്കണം കേട്ടോ. നിങ്ങൾ ഇവിടെ JDT തന്നെയല്ലേ സ്റ്റഡി സെന്റർ? ഐറിഷ് ഇത് ഇവിടെ നിർമ്മലഗിരി. അവരാണെങ്കിൽ നിങ്ങൾ ഇവിടെ എടുക്കണ്ടെന്നാണ് പറയുന്നത്. അതല്ലേ? ഇപ്പൊ രമ്യ എന്ന് പറഞ്ഞ ആള് ഇപ്പൊ പറഞ്ഞു അവരവിടെ വിളിച്ചു ചോദിച്ചപ്പം അവിടെ കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് എടുക്കണമെന്നില്ല. ശരി സാർ, ശരി. അത് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് എന്താ പറയുന്നത് നോക്കണം കേട്ടോ. ശരി. അതിനനുസരിച്ച് ചെയ്യണം. ക്ലാസ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തോളൂ, അതിന് കുഴപ്പമില്ല. ക്ലാസ്സിൽ ഇവിടെ അറ്റൻഡ് ചെയ്തോളൂ, കുഴപ്പമില്ല കേട്ടോ. ശരി സാറേ. ഓക്കെ. അപ്പൊ ഇപ്പൊ നമുക്ക് JDT-യിലുള്ളവർ ഇപ്പൊ എടുത്തു കഴിഞ്ഞത്: അജിഷ എടുത്തു കഴിഞ്ഞു, കാവ്യ എടുത്തു കഴിഞ്ഞു, ഫർഹാന എടുത്തു കഴിഞ്ഞു, ആൻസിൽ എടുത്തു, പിന്നെ ഷെറിൻ എടുത്തു, പിന്നെ ആഷിഫ എടുത്തു. ഇത്രയും പേരല്ലേ ഇവിടെ ഉള്ളത്? ഇത്രയും പേര് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മറ്റ് നിർമ്മലഗിരിയുള്ളവർ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് എന്താ പറയുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യണം കേട്ടോ. ഇനി രണ്ടാമത്തെ ബുക്കിനകത്തേക്കൊന്ന് വരിക. രണ്ടാമത്തെ ബുക്കിൽ നമ്മൾ അധികമൊന്നും പറഞ്ഞിട്ടില്ല, കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ജസ്റ്റ് എക്സാമിന് വേണ്ട കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് പറഞ്ഞു പോവാം, അത്രയുള്ള സമയം ഇട്ടു നമുക്ക്. അതിന്റെ ലാസ്റ്റ് ബ്ലോക്ക്, 4th ബ്ലോക്കിലേക്ക് നമ്മൾ തീരെ പോയില്ല. നോളജ് ആൻഡ് സൊസൈറ്റി, അതൊന്ന് എടുത്തോളൂ. നോളജ് ആൻഡ് സൊസൈറ്റി. അതുപോലെ നമ്മളത് ടോപ്പിക്കായിട്ട് തന്നിട്ടുള്ള ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിജിറ്റൽ ഡിവൈഡ്. അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അത് ടോപ്പിക്കായിട്ട് ഞാൻ കൊടുക്കാൻ വിചാരിച്ചതായിരുന്നു, അത് ഡിജിറ്റൽ ഡിവൈഡ് എന്നുള്ളത്. അത് ഷോർട്ട് ആൻസറിൽ ചോദിക്കാറുണ്ട്. ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ലിറ്ററസിയുടെ ഒരു റേറ്റ് കാണിക്കുന്നതാണ് ഈ ഡിജിറ്റൽ ഡിവൈഡ്. ആ ഡിവിഷൻ, ഡിജിറ്റലി ലിറ്ററേറ്റ് ആൻഡ് ഡിജിറ്റലി ഇല്ലിറ്ററേറ്റ്, ആ ഡിവിഷൻ പറയുന്ന പേരാണ് ഡിജിറ്റൽ ഡിവൈഡ് എന്ന്. ആ ഡിഫറൻസ്, എത്രത്തോളം ആളുകൾ ഡിജിറ്റലി ലിറ്ററേറ്റ് ആണ്, എത്രത്തോളം അല്ല എന്നുള്ളതാണ്. എത്രത്തോളം പേര്
IT അല്ലെങ്കിൽ ഡിജിറ്റൽ ഇൻഫോർമേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഡിജിറ്റൽ ഇൻഫോർമേഷൻ ആക്സസിബിൾ ആണ്, അല്ല, ആക്സസ് ചെയ്യുന്നുണ്ട്, ഇല്ല. ആ ഡിഫറൻസ് അതിന് പറയുന്ന പേരാണ് ഡിജിറ്റൽ ഡിവൈഡ്. അത് ഷോർട്ട് ആൻസറിൽ ചിലപ്പം കാണാറുണ്ട്. അത് നിങ്ങളെ ബുക്കിനകത്തുണ്ട്. അത് വരുമ്പോൾ നിങ്ങൾ ആ ടേം എന്താണെന്ന് ഇപ്പം മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതിയാവും അതെന്താണെന്നുള്ളത്. ആ ഡിജിറ്റൽ ലിറ്ററസി കാണിക്കുന്ന ആ റേറ്റിനാണ് നമ്മൾ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയാം. ആ ഡിവിഷൻ, ആ ഡിഫറൻസ്, ഡിജിറ്റൽ ലിറ്ററേറ്റ്, ഡിജിറ്റലി ഇല്ലിറ്ററേറ്റ്, അത് രണ്ടും തമ്മിൽ. അത് ഇന്ത്യയിൽ ബിലോ 10% എന്നൊക്കെയാണ് പറയുന്നത്. ബിലോ 10 ബുക്ക് എഴുതിയ സമയത്ത് പറയുന്നതാണ്. ഇപ്പോൾ ഒരു ബിലോ 20 ഒക്കെ ആയിട്ടുണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ കേരള മാത്രം വെച്ചിട്ട് നോക്കുമ്പോഴാണ് എല്ലാവരും ഡിജിറ്റലി ലിറ്ററേറ്റ് ആണെന്ന് നമുക്ക് തോന്നുന്നത്. പക്ഷേ മറ്റ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അത്രയും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് എന്തായാലും ബിലോ 50 ആണ് ഇന്ത്യയിലെ ഡിജിറ്റൽ ഡിവൈഡിന്റെ റേറ്റ് കേട്ടോ. അതൊക്കെ ഒന്ന് ഓർത്തിരുന്നേക്കുക. പിന്നെ ലാസ്റ്റ് 4th ബ്ലോക്കിലേക്ക് ഒന്ന് പോവുക. നോളജ് ആൻഡ് സൊസൈറ്റി എന്നുള്ളതിൽ കുറച്ച് കാര്യങ്ങൾ, നോളജ് സൊസൈറ്റിനെ പറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കണം. ഇതിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ സെമിനാറിലൊന്നും വന്നില്ല, നമ്മൾ എടുത്തിട്ടില്ല. നോളജ് എക്കണോമിന്റെ കാര്യങ്ങളും ഒക്കെ അവിടെയാണ് കൂടുതലായിട്ട് പറയുന്നത്. പിന്നെ ലാസ്റ്റിലേക്ക് പോകുമ്പം നോളജ് പ്രൊഫഷനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ. അതും എക്സാമിനൊക്കെ ചോദിക്കാം ചില കാര്യങ്ങൾ. നോളജ് പ്രൊഫഷന്റെ കാര്യങ്ങളൊക്കെ അതും ജസ്റ്റ് ഒക്കെ ഒന്ന് നോക്കി വെക്കണം നിങ്ങൾ. അവിടുന്ന് എന്തെങ്കിലുമൊക്കെ ചോദിച്ചേക്കാനുള്ള ചാൻസ് ഉണ്ട്. നോളജ് മാനേജ്മെന്റ് കൺസെപ്റ്റ് ആൻഡ് ടൂൾസ് എന്നൊക്കെ പറഞ്ഞ യൂണിറ്റ് 15, നോളജ് മാനേജ്മെന്റ്, നോളജ് പ്രോഡക്റ്റ്, അങ്ങനെ കുറച്ച് ഡേറ്റ മൈനിങ് ആൻഡ് ടെക്സ്റ്റ് മൈനിങ്. ഇത് ഷോർട്ട് ആൻസറിൽ വരും. ഡേറ്റ മൈനിങ് ആൻഡ് ടെക്സ്റ്റ് മൈനിങ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ലാസ്റ്റ് ചാപ്റ്റർ ബ്ലോക്ക് കേട്ടോ. ലാസ്റ്റ് ബ്ലോക്കിൽ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് വരും. പേജ് നമ്പർ 401 വരും. ഡേറ്റ മൈനിങ് ആൻഡ് ടെക്സ്റ്റ് മൈനിങ് എന്ന് പറയുന്നത്. ഡേറ്റ മൈനിങ് അത് സെർച്ചിങ് ആണ്, ഡേറ്റ സെർച്ചിങ് ആണ് നമ്മൾ ഡേറ്റ മൈനിങ് ആൻഡ് ടെക്സ്റ്റ് മൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ കാണാം നിങ്ങൾക്ക് 402 താഴെ ഡേറ്റ മൈനിങ് സ്റ്റബ് ചെയ്ത് നോളജ് ഡിസ്കവറി ഡേറ്റാബേസ് പറയുന്നത്. ഡേറ്റാബേസിൽ നിന്ന് നോളജ് സെർച്ച് ചെയ്തെടുക്കുന്ന ആ പ്രോസസ്സിനാണ് നമ്മൾ അങ്ങനെ പറയുക. അതിന്റെ ആ പാരഗ്രാഫിന്റെ ലാസ്റ്റ് നോക്കൂ. ഇൻ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ദി ഇന്റേണൽ ഡേറ്റ അസറ്റ്സ് ആൻഡ് വാസ് ഒബ്റ്റെയിൻഡ് ഫ്രം എക്സ്റ്റേണൽ സോഴ്സ് ആൻഡ് വെയർഹൗസ് ആൻഡ് പ്രോസസ് ആൻഡ് അനലൈസ് ഇൻ ഡെപ്ത് ടു ഗെയിൻ ഇൻസൈറ്റ് ആൻഡ് റിസർച്ച് ഒബ്ജക്ട് ഇവന്റ് ഓർ സിറ്റുവേഷൻ. അതൊന്ന് മാർക്ക് ചെയ്തോളൂ. 403 മുകളിൽ അതൊന്ന് മാർക്ക് ചെയ്തോളൂ. അതിലെ ഫസ്റ്റ് സെന്റൻസും മാർക്ക് ചെയ്യാം. ഡേറ്റ മൈനിങ് ഇസ് എ സ്റ്റെപ്പ് വിത്തിൻ ദി നോളജ് ഡിസ്കവറി ഇൻ ഡേറ്റാബേസ് ഓർഗനൈസേഷൻ. ഡേറ്റ അസറ്റ് ആൻഡ് പ്രോസസ്ഡ് ആൻഡ് അനലൈസ് ടു ഗെയിൻ ഇൻസൈറ്റ് ടു അസിസ്റ്റ് ഡിസിഷൻ മേക്കിംഗ്. ഇതെന്താന്ന് വെച്ചാൽ ഇപ്പൊ നിലവിലുള്ള നമ്മളെ കയ്യിലുള്ള ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊരു റിസർച്ച് നടത്തുകയാണ്. എന്നിട്ട് അതിനൊരു ഇൻസൈറ്റ് നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ഒരു കമ്പനി ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി ആണെന്ന് വിചാരിക്കുക, അവിടെ പ്രോസസ്, പ്രൊഡക്ഷൻ, സെയിൽസ് എല്ലാം നടന്നുകൊണ്ടേ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഉള്ള ഡേറ്റ വെച്ചിട്ട് എത്രത്തോളം സെയിൽസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതൊന്ന് അനലൈസ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് എന്തൊക്കെ ചെയ്യേണ്ട എന്നുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്ന രീതിയിൽ നമ്മൾ ഡേറ്റ മൈനിങ് എന്ന് പറഞ്ഞാൽ എന്താ, കുഴിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിലവിലുള്ള ഡേറ്റ നമ്മൾ ഇൻഡെപ്ത് അനലൈസ് ചെയ്യുന്നതിനാണ് ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത്. അനാലിസിസ് ആൻഡ് പ്രോസസ്ഡ് ആണ് ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഇൻസൈറ്റ്, അത് ഡിസിഷൻ മേക്കിങ്ങിനുള്ള ഒരു ഇൻസൈറ്റ് നമുക്ക് കിട്ടും. എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാവും. അതിനാണ് ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത്. അനലൈസ് ആൻഡ് പ്രോസസ് ദി ഡേറ്റ ഇൻ ഡെപ്ത്, അതിനാണ് ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ടെക്സ്റ്റ് മൈനിങ് എന്ന് പറയുമ്പം കണ്ടന്റ് സെർച്ചിങ് ആണ് പറയാ. അതിൽ കാണാം എ ഡിസ്കവറി എൻജിൻ ഓൺ എക്സ്ട്രാക്ട് റെലവെന്റ് ടെക്സ്റ്റ് ഡാറ്റ ഫ്രം എ കോർപ്പസ് ഓഫ് ടെക്സ്റ്റ്. ഡേറ്റ മൈനിങ്ങിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ഫയൽ മൊത്തം ആണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. ടെക്സ്റ്റ് മൈനിങ് ആകുമ്പോൾ കുറച്ചുകൂടി സ്പെസിഫിക് ആണ്. അവിടെ നമ്മൾ ആ ടെക്സ്റ്റൽ ഡേറ്റ, അതിൻ്റെ ഉള്ളിലേക്കുള്ള ടെക്സ്റ്റൽ ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് ടെക്സ്റ്റ് മൈനിങ് നമ്മൾ പറയുന്നത്. അതാണ് വ്യത്യാസം കേട്ടോ. ടെക്സ്റ്റ് മൈനിങ് അത് അതിലൊരു 4ാമത്തെ 5ാമത്തെ ലൈനിൽ കാണാം. എ ഡിസ്കവറി എൻജിൻ ഓൺ ദി അതർ ഹാൻഡ് അറ്റംപ്റ്റ് ടു എക്സ്ട്രാക്ട് റെലവെന്റ് ടെക്സ്റ്റൽ ഡേറ്റ ഫ്രം എ കോർപ്പസ് ഓഫ് ടെക്സ്റ്റ്, then provide a graphical, dynamic and navigable index. അതൊന്ന് ഓർത്തിരുന്നേക്കുക കേട്ടോ. സെർച്ച് എൻജിൻ കാര്യമാണ് പറയുന്നത്. ഇതും ഷോർട്ട് ആൻസറിലാണ് വന്നിട്ടുള്ളത്. രണ്ടും കൂടെ ഒരുമിച്ച് ഡേറ്റ മൈനിങ് ആൻഡ് ടെക്സ്റ്റ് മൈനിങ് എന്താണെന്നുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ.
ഓഫായി പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ ക്ലോസ് ചെയ്യാം കേട്ടോ. ഫോൺ ഓഫ് ആവുകയാണെങ്കിൽ ക്ലോസ് ചെയ്യുന്ന, ഏതായാലും ഓഫ് ആയില്ല, രക്ഷപ്പെട്ടു. ഇനി യൂണിറ്റ് 16 നോളജ് പ്രൊഫഷൻ. നോളജ് പ്രൊഫഷനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ ചേഞ്ചസ്. അപ്പൊ ഇനി നമ്മൾ ഇതുവരെ ഇപ്പോൾ ലൈബ്രറിയൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഓഫീസർ എന്നൊക്കെ, ഇൻഫർമേഷൻ അസിസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പൊ ഈ നോളജ് സൊസൈറ്റി ഒക്കെ ആയി വരുന്ന സമയത്ത് വാട്ട് ആർ ദി ചേഞ്ചസ് ഇൻ പ്രൊഫഷൻ, നോളജ് പ്രൊഫഷൻ, അതൊക്കെയാണ് ആ ചാപ്റ്ററിൽ ഫുള്ളായിട്ടും പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് വായിച്ചു പോവുക. നിങ്ങൾ എന്ത് ജസ്റ്റ് പോയിന്റ് ആയിട്ട് അങ്ങനെ പറയാനൊന്നുമില്ല. എന്തെങ്കിലും എസ്സേ വന്നു കഴിഞ്ഞാൽ അതിൽ എഴുതാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, അത്രയേ ഉള്ളൂ. എമർജിങ് നോളജ് ബേസ്ഡ് എൻവയോൺമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഡിജിറ്റൽ എൻവയോൺമെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് നിങ്ങൾ വായിച്ചു പോവുക, പറയാനുള്ള സമയം ഇല്ല. പിന്നെ നോളജ് പ്രൊഫഷണൽ നോളജ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് 425 ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. നോളജ് മാനേജർ. അപ്പോൾ നോളജ് സൊസൈറ്റി ആവുന്ന സമയത്ത് നോളജ് സെന്റേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പൊ നോളജ് മാനേജേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പൊ ഈ നോളജ് മാനേജേഴ്സ് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. പ്രൊഫഷണൽ ആസ് ടു ഡിസൈൻ ആൻഡ് ഡെവലപ്പ് സിസ്റ്റം ആൻഡ് സ്ട്രാറ്റജീസ് ടു പ്രൊവൈഡ് ദി പുഷ് ടു ദി നോ ഫ്ലോ ആൻഡ് യൂസ്. അപ്പം നമ്മൾ നോളജ് പ്രൊവൈഡ് ചെയ്യാനായിട്ടില്ല. ഇപ്പം നമ്മൾ ലൈബ്രറി ചെയ്യുന്നത് ബുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡോക്യുമെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള സോഫ്റ്റ്വെയറും ബാക്കി കാര്യങ്ങളുമാണ്. ഇനി നോളജ് സെന്റർ ആവുമ്പോൾ വി ഹാവ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ, ബണ്ടിൽ ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ഇൻഫർമേഷൻ. സോ ഫെസിലിറ്റീസ് ആർ റിക്വയർഡ്. അതാണ് പറയുന്നത്. ന്യൂ ഫെസിലിറ്റീസ് റിക്വയർഡ് ഫോർ നോളജ് മാനേജ്മെന്റ്. അതൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവിടെ പറയുന്നത് കേട്ടോ. പിന്നെ അതിന്റെ താഴെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൻട്രൊഡ്യൂസ് ഏറ്റവും താഴെ പാരഗ്രാഫ് 425 ഏറ്റവും താഴത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട് റെഡ്യൂസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ്, ഇൻക്രീസ്ഡ് വർക്കർ ഇൻഡിപെൻഡൻസ്, എൻഹാൻസ്ഡ് കസ്റ്റമർ റിലേഷൻ, ഇംപ്രൂവ്ഡ് സർവീസ് ടു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് എത്രയും വേഗം ഏറ്റവും റെലവെന്റ് ഇൻഫർമേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റണം. അത് ഇൻഫർമേഷൻ ആയിട്ട് തന്നെ നമുക്ക് കൊടുക്കണം, അല്ലാതെ ഡോക്യുമെന്റ് ആയിട്ടോ ബുക്കായിട്ടോ അല്ല ഇനി അങ്ങോട്ട് യൂസേഴ്സിന് ആവശ്യമുള്ളത്. അതുപോലെ കസ്റ്റമർ റിലേഷൻസ്, എൻഹാൻസ്ഡ് കസ്റ്റമർ റിലേഷൻ. അപ്പോൾ SDI പോലുള്ള സെലക്റ്റീവ് ഡിസമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ പോലുള്ള സിസ്റ്റം നിലവിലുണ്ടായിരിക്കും. അതറിയാലോ, സെലക്റ്റീവ് ഡിസമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ അറിയാലോ അല്ലേ, പഠിച്ചു കഴിഞ്ഞതാണ്. ഓൺലൈനിൽ നമ്മൾ യൂസർ അവയർനെസ് കൊടുക്കുന്നതാണ് SDI എന്ന് പറയുന്നത്. അത് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ എന്തൊക്കെ എക്സ്ട്രാ ഫെസിലിറ്റീസ് റിക്വയർഡ് ഫോർ നോളജ് സെന്റർ ആൻഡ് ചേഞ്ചസ് ഇൻ നോളജ് പ്രൊഫഷൻ, അതാണ് പറയുന്നത്. അത് ജസ്റ്റ് നിങ്ങൾ വായിക്കാതും അതൊക്കെ ചിലപ്പം ചോദിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ വായിക്കുമ്പോൾ ഇതൊക്കെ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏതൊക്കെയാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പോയിന്റ്സ് മാത്രം പറഞ്ഞു പോകുന്നത് കേട്ടോ. പിന്നെ നോളജ് പ്രോഡക്റ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ, മാർക്കറ്റിംഗ്, നോളജ് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇൻഫർമേഷൻ സർവീസുകളും പ്രോഡക്റ്റുകളൊക്കെ മാർക്കറ്റിംഗ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളും ആണ് അവിടെ പറയുന്നത്. നോളജ് വർക്കേഴ്സും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും അവിടെ പറയുന്നുള്ളൂ. അപ്പൊ ഈ സെക്കൻഡ് ബുക്കിലെ ഫസ്റ്റ് ബുക്ക് നമ്മൾ പിന്നെ ഏതാണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്തതാണ്. സെക്കൻഡ് ബുക്കിലാണ് നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഇൻഫർമേഷൻ സൊസൈറ്റിയുടെ കാര്യങ്ങളാണ് കൂടുതൽ 3-4 ചാപ്റ്ററിൽ 3-ാമത്തെ ബ്ലോക്കിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ഇൻഫർമേഷൻ സൊസൈറ്റിനെ പറ്റി ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾ ആദ്യം ഉണ്ടാക്കി വെക്കുക. അതിനനുസരിച്ച് എക്സാമിന് വരുന്നതിനനുസരിച്ച് ക്വസ്റ്റ്യൻ വരുന്നതിനനുസരിച്ച് നിങ്ങൾ ആൻസർ എഴുതുക. പിന്നെ അതിലൊരു കാര്യം ഇൻഫർമേഷൻ പോളിസി പറയുന്നുണ്ട്. നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ പോളിസിനെ പറ്റി പറയുന്നുണ്ട്. ഇൻഫർമേഷൻ പോളിസീസ് എന്ന് പറയുമ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ല, ഇഷ്യൂസ് റിലേറ്റഡ് ടു ഇൻഫർമേഷൻ, അതിനാണ് നമ്മൾ ഇൻഫർമേഷൻ പോളിസി എന്ന് പറയുക. അതെന്താന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ കൺവേ ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതും ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഇൻഫർമേഷൻ നമുക്ക് യൂസേഴ്സിന് കൊടുക്കാം, ഏതൊക്കെ കൊടുക്കാൻ പാടില്ല, എത്രത്തോളം കൊടുക്കാം എന്നൊക്കെ ഉള്ള അങ്ങനെയുള്ള കുറേ റൂൾസ്. അതുപോലെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ഡിഫറെൻറ്റ് കൺട്രീസ് എമംഗ് കൺട്രീസ് ഒക്കെ ആണെങ്കിൽ ഏതൊക്കെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെ ഉണ്ടോ അത് നമ്മൾ പോളിസി എന്ന് പറയും. ഇൻഫർമേഷൻ പോളിസി എന്ന് പറയും. അതിൽ നാഷണലും ഇന്റർനാഷണലും ഉണ്ട്. ആ ചാപ്റ്ററും നിങ്ങളൊന്ന് നന്നായി വായിക്കുക, എന്തൊക്കെയാണ് അതിനകത്ത് പറയുന്നതെന്ന് ഓർത്തിരിക്കുക, നോക്കുക കേട്ടോ. ഇൻഫർമേഷൻ പോളിസീസ് ചോദിക്കാം. അതുപോലെ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചറിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ GII, ഗ്ലോബൽ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ പറയുന്നത്. അതുപോലെ നാഷണൽ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് ഇൻഫർമേഷൻ സൊസൈറ്റി ആവണമെന്നുണ്ടെങ്കിൽ ടെക്നോളജിക്കൽ പെർസെപ്ഷനിൽ നമ്മൾ പറഞ്ഞതാണ് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് റിക്വയർഡ് ഫോർ ഇൻഫർമേഷൻ സൊസൈറ്റി. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി, ഇപ്പോൾ സാറ്റലൈറ്റ് ഫെസിലിറ്റി, ഇതൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇൻഫർമേഷൻ സൊസൈറ്റി ആവും. അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ആ ഇൻഫ്രാസ്ട്രക്ചർ, ആ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി നമുക്ക് നേരത്തെ ഉണ്ടായിരിക്കേണ്ട ആ നെറ്റ്വർക്ക് ഫെസിലിറ്റി, നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ, അതാണ് ഈ ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചറിൽ പറയുന്നത്.
അതും എല്ലാ കൺട്രീസിലൊന്നും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുള്ള സൊസൈറ്റിക്ക് മാത്രമേ നമ്മൾ ഇൻഫോർമേഷൻ സൊസൈറ്റി എന്ന് പറയൂ. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നാഷണൽ ആൻഡ് ഗ്ലോബൽ ഇൻഫോർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുക. പിന്നെ സോഷ്യൽ ഇംപ്ലിക്കേഷൻ ഓഫ് ഇൻഫോർമേഷൻ ഒക്കെ നമുക്കറിയാം. ഇൻഫോർമേഷൻ ആൻഡ് എക്കണോമിക് റിസോഴ്സസ്, എക്കണോമിക്സിന്റെ കാര്യം ഒക്കെ നമ്മൾ പറഞ്ഞു. ഇൻഫോർമേഷൻ എക്കണോമിന്റെ കാര്യം പറഞ്ഞു. എക്കണോമിക് സിസ്റ്റം ബേസ്ഡ് ഓൺ ഇൻഫോർമേഷൻ, അതിനാണ് നമ്മൾ ഇൻഫോർമേഷൻ എക്കണോമി എന്ന് പറയുക. അതുപോലെ ഒരു എക്കണോമിക് സിസ്റ്റം അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് ഓഫ് എ പെർട്ടിക്കുലർ കൺട്രി ഡിപ്പെൻഡ്സ് ഓൺ ഇൻഫോർമേഷൻ പൊസസ്ഡ് ബൈ ദം. എക്കണോമിക് ഗ്രോത്ത് ഓഫ് എ കൺട്രി അല്ലെങ്കിൽ വെൽത്ത് ഓഫ് എ കൺട്രി ഡിപ്പെൻഡ്സ് ഓൺ ഇൻഫോർമേഷൻ പൊസസ്ഡ് ബൈ ദം എന്നാണ് നമ്മൾ പറയുക. കാരണം ഒരു കൺട്രിയിൽ അവിടുത്തെ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അവിടുത്തെ ഇൻഫോർമേഷൻ അപ്ലൈ ചെയ്തിട്ടാണ്. ടെക്നിക്കലി അപ്ലൈ ചെയ്തിട്ടാണ് ഇൻഡസ്ട്രീസും ഒക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മളെ കയ്യിൽ ഏത് ഇൻഫോർമേഷൻ, എത്ര വാല്യുബിൾ ആയിട്ടുള്ള ടെക്നിക്കൽ ഇൻഫോർമേഷൻ ആണോ നമ്മളെ കയ്യിലുള്ളത്, ആ ഇൻഫോർമേഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതാണ് എക്കണോമിക് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. അങ്ങനെ ഫുള്ളി ഇൻഫോർമേഷൻ ബേസ്ഡ് ആയിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് ആയിരിക്കണം ഇൻഫോർമേഷൻ സൊസൈറ്റിയിൽ. അങ്ങനെ ആണെങ്കിലാണ് നമ്മൾ ഇൻഫോർമേഷൻ സൊസൈറ്റി എന്ന് പറയുക. അതാണ് മെയിൻ കണ്ടന്റ്. കുറച്ച് തിയറിറ്റിക്കൽ ആണ്, നിങ്ങൾ കുറേ വായിക്കുമ്പോഴാണ് കുറച്ചെങ്കിലും നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റുക കേട്ടോ. അത് ജസ്റ്റ് ചാപ്റ്റേഴ്സും അങ്ങനെ തന്നെയാണ്. പിന്നെ പോയിന്റ്സ് ആയിട്ട് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അത് തന്നെ എഴുതുക നിങ്ങൾ, മറ്റേലേക്ക് നിങ്ങൾ അധികം പോവാതിരിക്കുക. അതാണ് നല്ലത് കേട്ടോ. അപ്പം ഏതാണ്ട് എല്ലാം ആയി എന്ന് തോന്നുന്നുണ്ട്. ഇനി നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലൊക്കെ വിളിച്ചാൽ മതി. ഇതിലേക്ക് ഇനി പോകാനുള്ള സമയം നമുക്ക് ഇനി ഉണ്ടാവില്ല ഈ ബുക്കിലേക്ക്. കാരണം ഓരോ പേപ്പറിന് 2 ദിവസം വീതം ഉള്ളതിൽ നമുക്ക് അത് തന്നെ പറയാനുണ്ടാവും. അപ്പോൾ ഇനി നിങ്ങൾ വായിക്കുക, വേഗം വായിക്കുക, ടൈം കുറവാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് സംശയം വരുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നേരം വിളിക്കുക, വിളിച്ച് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം ബാക്കി എന്തൊക്കെയാണെന്നുള്ളത്. എന്താ ഇനി നിങ്ങൾക്ക് എന്താ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം ചോദിച്ചോളൂ. ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒക്കെ ചോദിച്ചു. സാർ, പറയൂ. ആൻസിലാണ്. പറയൂ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എന്റെ ഈ ടോപ്പിക് തന്നെ പറഞ്ഞാൽ മതിയോ? മതി. അടുത്ത ക്ലാസ് നമുക്ക് MLI 102 ആണ്. അപ്പൊ അടുത്ത ക്ലാസ് നമ്മൾ തിയറി ആണ് എടുക്കുക. അപ്പൊ അതില് ഞാൻ ടൈം തരാം. ആ ടോപ്പിക് അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പൊ ടൈം ഇല്ലല്ലോ സാറേ. ഓക്കെ. അതുമല്ല, ഇനിയിപ്പോ ഫോണൊക്കെ എല്ലാവരും പോയിട്ടുണ്ടാവും, തീർന്നിട്ടുണ്ടാവും ചാർജ് ഒക്കെ. എനിക്കും ഓഫാകുമെന്ന് അറിയില്ല കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ചെയ്തോ, കുഴപ്പമില്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഈ ചാപ്റ്ററിൽ പേപ്പറിൽ ചോദിക്കാനുള്ളത് ചോദിക്കും. ഇനി നിങ്ങൾ വേഗം പഠിച്ചു തുടങ്ങുക. ഇനി സമയമില്ല, വെച്ചുകൊണ്ടിരിക്കാൻ സമയമല്ല. അടുത്ത ആഴ്ച ആകുമ്പോഴേക്കൊക്കെ പറ്റുന്നത്രയൊക്കെ തീർത്ത് വെക്കുക. നിങ്ങൾ വായിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും പറഞ്ഞത് കേട്ട് അതിനനുസരിച്ചൊക്കെ പഠിച്ചു വെക്കുക. ഇനി എന്താ, ഇനി ആർക്കെങ്കിലും ചോദിച്ചോളൂ. ഇനി ഇതിൽ നമ്മൾ അറ്റൻഡ് ചെയ്യാത്ത ആളുകൾ ആരെങ്കിലും അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയോ? ഇതിലിപ്പോ 2, 4, 6, 8 പേരാണ് ഇപ്പൊ ഇന്ന് വന്നിട്ടുള്ളത്. 8 പേരാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടുത്തെ 6 പേരും നിർമ്മലഗിരിയിലെ 2 പേരുമാണ് വന്നിട്ടുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ MLI 102 ആണ്. അതിൽ നമുക്ക് സെമിനാറിനാണ് എടുക്കാനുള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ, അതിൻ്റെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. അടുത്ത ക്ലാസ്സിൽ ഞാൻ ടോപ്പിക്ക് തരും. അതിൻ്റെ അടുത്ത ക്ലാസ്സിൽ സെമിനാർ എടുക്കാം. അത് മാനേജ്മെന്റ് ആണ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ് ഓൾറെഡി കുറേ കാര്യങ്ങൾ. പിന്നെ കുറച്ചുകൂടി കൂടുതലായിട്ട് പഠിക്കണം എന്നേ ഉള്ളൂ 102-ൽ. പറഞ്ഞോളൂ. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇപ്പൊ എക്സാമിന് അപ്ലൈ ചെയ്തല്ലോ അല്ലേ എല്ലാവരും? ചെയ്തു. പറയൂ. പിന്നെ ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്കിനി ക്ലോസ് ചെയ്യാൻ തോന്നുന്നു, ലെഫ്റ്റ് ആവാൻ തോന്നുന്നു. എന്തെങ്കിലും ചെയ്യാൻ പറയാം. ചോദിക്കാനില്ലെങ്കിൽ നമുക്ക് നിർത്താം, ലെഫ്റ്റ് അടിക്കാം. Okay, thank you, sir.
ഓക്കെ, താങ്ക് യു സർ. Thank you, sir. Thank you, sir.